നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നത് അതാണ് ഞാൻ നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ രണ്ടുപേരുടെ എനർജീസും എല്ലാമാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് 3 കളർ മുത്തുകളാണ് എടുത്ത് വെച്ചേക്കുന്നത്. സ്കെച്ച് പെൻ തൽക്കാലത്തേക്ക് അതിനൊരു അവധി കൊടുത്തു. അപ്പോൾ ബ്ലൂ കളറ് മുത്താണ്, റെഡ്, പിന്നെ ഗ്രീൻ കേട്ടോ. ഇത് ഗ്രീനാണ്, ഇത് റെഡാണ്, ഇത് ബ്ലൂ ആണ്. അപ്പോൾ ഈ 3 കളേഴ്സാണ് ഞാൻ എടുത്തേക്കുന്നത്. എന്ത് നമ്മളെടുത്താലും അത് കളറായിരിക്കും. ആൾക്കാർ കുറേ പേരായി പറയണു സ്കെച്ച് പെൻ നമ്മൾ എന്തെടുത്താലും കളേഴ്സ് ആയിരിക്കും അത്, അല്ലേ? ഒന്നില്ലെങ്കിൽ പച്ച കളറിലുള്ള സാധനം, പച്ച കളറിലുള്ള മുത്ത്, പച്ച കളറിലുള്ള കാർഡ്, നീല കളറിലുള്ള കാർഡ്, ഇതല്ലേ നമ്മൾ പറയാൻ പോണം. ഓക്കെ, എന്തായാലും ബ്ലൂ, ഗ്രീൻ, റെഡ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ബ്ലൂ സെലക്ട് ചെയ്തൊരു റീഡിങ്ങിലേക്കാണ് പോകുന്നത്. അപ്പം ഞാൻ നിങ്ങൾ രണ്ടുപേരുടെയും എനർജീസ് എന്താണ് ഇപ്പോൾ, പിന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും തമ്മിലുള്ള ഫീലിങ്സ് എന്താണ്, ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് ഉദ്ദേശം, ഇത്രയും കാര്യങ്ങൾ നോക്കും കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ നെക്സ്റ്റ് ആക്ഷനും അവരുടെ നെക്സ്റ്റ് ആക്ഷനും അങ്ങനെയാണ് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ബ്ലൂ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്കാണ് ഞാൻ ആദ്യം പോകുന്നത്. ബ്ലൂ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് നമുക്ക് ആദ്യം നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം കേട്ടോ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. അപ്പോൾ ബ്ലൂ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജാണ്. എന്താണ് അവർക്കുള്ള ഓറക്കിൾ മെസ്സേജ്? ഭഗവാനെ. ഓക്കെ, ഒരു കാർഡാണ് മറിഞ്ഞേക്കുന്നത്, അഡിക്ഷൻ. അപ്പോൾ എന്തോ ഒരു അഡിക്ഷനുള്ള ആരോ ഒരാൾ ആണ് റീഡിങ് കാണാൻ വന്നേക്കുന്നത്. ചിലപ്പോൾ ഒരാളോടുള്ള അഡിക്ഷൻ ആയിരിക്കാം, ഒരു ഫീലിങ്സിനോടുള്ള അഡിക്ഷൻ, ചിലപ്പോൾ ഒബ്സസ്ഡ് ആയിട്ട് ഒരു ലസ്റ്റ്ഫുൾ ഫീലിംഗ് ആരോടെങ്കിലും, അല്ലെങ്കിൽ ചിലപ്പോൾ ലവ് ഒരു അഡിക്ഷനായിട്ട് മാറില്ല, വേറെ എല്ലാ കാര്യങ്ങളും അഡിക്ഷൻ ആവും. പ്യുവർ ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കില്ല, സ്നേഹിക്കാൻ മാത്രമേ ആഗ്രഹിക്കുള്ളൂ. അപ്പോൾ അഡിക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ കൂടുതൽ എന്തോ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ കള്ളിനോടുള്ള അഡിക്ഷൻ, ചിലപ്പോൾ ഡ്രഗ്സിനോടുള്ള അഡിക്ഷൻ, ചിലപ്പോൾ ചീട്ടുകളോടുള്ള അഡിക്ഷൻ. അപ്പോൾ എന്തോ ഒരു തരം അഡിക്ഷൻ, ഇതൊരു ലഹരിയാണ്, മനസ്സിലായോ? അപ്പോൾ അങ്ങനത്തെ ഒരു റീഡിങ് കണ്ടു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ജിപ്സി ഓറക്കിൾസ് ആണ്. ഇതിനകത്ത് എന്താ കാണിക്കുന്നത് നോക്കാം. ഓം നമഃ ശിവായ. 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 ഓക്കെ, ഇതിനകത്ത് എന്താണ് വരുന്നത് നോക്കാം. ഭവാനി. ഇവിടെ കുറേ കാർഡ്സ് മറിഞ്ഞിട്ടുണ്ട്. ഒരു ബേബിയുടെ കാർഡുണ്ട്, ചൈൽഡ് ബേബിയാണ്. പിന്നെ ഉള്ളത് ഹൗസ്, ഒരു വീട്, പിന്നെ ഡെത്ത്, പിന്നെ ഫോൾസ്നെസ് പറഞ്ഞാൽ കള്ളത്തരം, പൂച്ചയാണ് കാണിക്കുന്നത്, കള്ളിപ്പൂച്ച. ഓക്കെ, പിന്നെയുള്ളത് മെലൻകൊളി, ഭയങ്കര സങ്കടം, എന്തോ ഒരു നഷ്ടം, എന്തോ ഒരു കാര്യം നഷ്ടപ്പെട്ട പോലെയുള്ള സങ്കടം. പിന്നെയുള്ളത് ലവറാണ്. പിന്നെയുള്ളത് ജേർണി, യാത്ര. പിന്നെ കാണിക്കുന്നത് ഒരു ഓൾഡ് വുമൻ, ഒരു വയസ്സായ സ്ത്രീ ഉണ്ട്, ഒരു തീഫ് ഉണ്ട്, ഒരു കള്ളനുണ്ട്. പിന്നെ ഫ്രിവിലിറ്റി, ചെറിയ സില്ലിയായ കാര്യങ്ങളുടെ പുറകെ ഓടുന്ന ആരോ ഒരാൾ, അതിനാണ് ഫ്രിവിലസ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്ക് ഓറക്കിൾ മെസ്സേജസ് വന്നത്. ഇതിൽ പലർക്കുമുള്ള മെസ്സേജസ് ഉണ്ടാവാം കേട്ടോ. ആർക്കൊക്കെയാണ് ഏതൊക്കെയാണ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവർക്ക് അറിയാൻ പറ്റും, അവരെടുക്കുക അത്. ഇനി ഞാൻ പോകാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പം എന്താണ് നടക്കുന്നത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പം എന്താണ് നടക്കുന്നത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പം എന്താണ് നടക്കുന്നത്.
കൊതുകുണ്ടോ എന്നൊരു ഡൗട്ട്. ഇവിടെ അടുത്തുള്ള വീട്ടിലൊക്കെ ഡെങ്കിപ്പനിയൊക്കെ ഉണ്ട് കേട്ടോ. ആൾക്കാർ ശ്രദ്ധിക്കുക. നിപ്പ, ഡെങ്കി, പുതിയ അസുഖങ്ങൾ വരും, അല്ലെങ്കിൽ പഴയ അസുഖങ്ങൾ പുതിയ രൂപത്തിൽ വരും, അവർ പുതിയ പേരിട്ട് വിളിക്കും, അങ്ങനെയാവാം. ഓക്കെ, നിങ്ങളുടെ ഓവറോൾ എനർജിയാണ് ഈ കാണിക്കുന്നത്. ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി 2 എണ്ണം കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി ഇത് നിങ്ങളുടെ മനസ്സിലുള്ള ആളാണ് കേട്ടോ, ലൈഫിലുള്ളതല്ല, മനസ്സിലുള്ള ആൾ. അപ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്ന ആൾ, നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ആളാണ്. ആ പേഴ്സൻ്റെയാണ് എനർജി ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എനർജി കാണിച്ചപ്പോൾ 4 ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സാണ്. നിങ്ങൾക്ക് ഒരു ഭയങ്കര പൊസസീവ്നെസ് ആണ് ഈ പേഴ്സണോട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ എക്സ് ആവാം, നിങ്ങളിപ്പോൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരാളാവാം, നിങ്ങളുടെ കൂടെ താമസിക്കുന്ന ആളാവാം, ആരുമാവാം. അപ്പോൾ നിങ്ങൾക്ക് ഈ പേഴ്സണോട് ഭയങ്കര പൊസസീവ്നെസ് ആണ്. പിന്നെ എന്തുകൊണ്ടാണ് 4 ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ് വന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. 4 ഓഫ് പെൻറ്റക്കിൾസ് എന്തുകൊണ്ടാണ് റിവേഴ്സ് വന്നേക്കുന്നത് ഇവിടെ? ഒരു പെൻറ്റക്കിൾസ്, ഒരു ടവർ കണ്ടു ഇവിടെ പെട്ടെന്ന്. ലാസ്റ്റ് കാർഡ് ടവറായിരുന്നു. നമുക്ക് നോക്കാം. 4 ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ്, മദർ ഓഫ് കപ്സ്. നിങ്ങൾക്ക് ഈ പേഴ്സണോട് ഭയങ്കര സ്നേഹമാണ്, എന്തോ ഒരു റീകൺസിലിയേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഭയങ്കര പൊസസീവ്നെസ് ആണ്, പിന്നെ എന്തൊരു ഒബ്സഷനാണ്. അതുകൊണ്ടാണ് ഇവിടെ അഡിക്ഷൻ കണ്ടത് കേട്ടോ. നിങ്ങൾക്ക് ഈ പേഴ്സണോട് അഗാധമായ സ്നേഹമാണ്. പക്ഷേ സ്നേഹത്തിൻ്റെ കൂടെ നിങ്ങൾക്ക് ഈ പേഴ്സണെ പൊസസ് ചെയ്യണം എന്നുണ്ടോ, എനിക്ക് വേണം ഈ പേഴ്സണെ, അങ്ങനത്തെ ഒരു ശാഠ്യം പിടിച്ചൊരു മനസ്സാണ്, ഒരു അഡിക്ഷനാണ് നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങളൊരു റീകൺസിലിയേഷൻ ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലുള്ള ആളുടെ എനർജി വന്നേക്കുന്ന ജഡ്ജ്മെൻറ്റ് റിവേഴ്സ്. ഈ പേഴ്സൺ റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നില്ല, മനസ്സിലായോ? പക്ഷേ ഈ പേഴ്സണ് ചെയ്ത കാര്യങ്ങളിൽ കുറ്റബോധമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളെല്ലാം തുറന്ന് പറയാൻ നിങ്ങളോട് ആഗ്രഹിക്കുന്നുണ്ട്. ആദ്യം ഭയങ്കര കള്ളത്തരമുള്ള ആളായിരുന്നു, പക്ഷേ ഇപ്പോൾ അതൊക്കെ തുറന്ന് പറയണം. കാരണം ഇതൊരു പ്രാക്കായിട്ട് അല്ലെങ്കിൽ കുറേ കള്ളത്തരം ചെയ്തിട്ടുണ്ട് ഇവിടെ കേട്ടോ. പലരുമായിട്ട് റിലേഷൻഷിപ്പ് വെച്ചിട്ടുണ്ട്, നിങ്ങളുമായിട്ട് ഇഷ്ടപ്പെട്ടിരിക്കുന്ന അതേ സമയത്ത് നിങ്ങളുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും പൈസ കിട്ടാനൊക്കെ ആയിരിക്കും ഈ പേഴ്സൺ നോക്കിയത്. കുറച്ചൊരു വേറിയാണ്. വേറി എന്ന് പറഞ്ഞാൽ ഒരു ഇനിയിപ്പോൾ സംസാരിക്കണമല്ലോ എന്ന് നമുക്കൊരു ഫീലിംഗ് വരില്ല. അതിനാണ് വെയർനെസ് എന്ന് പറയുന്നത്. അതുപോലെ 7 ഓഫ് സ്വേർഡ്സിനെ ക്ലാരിഫൈ ചെയ്യുന്നത് 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഈ റിലേഷൻഷിപ്പിൽ ഈ പേഴ്സണ് ഒരു എന്താ പറയുക, ഇത് ഒരു പേടി, എന്താ പറയുക, ഒരു എന്താണ് തെറ്റ് ചെയ്തേക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ പലരോടും തെറ്റ് ചെയ്യുന്ന ആളാണ്. പക്ഷേ അതുപോലെ കള്ളത്തരം ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഒരു ഗിൽറ്റി കോൺഷ്യസ് ഇല്ലാത്ത ഒരാളാണ്. പക്ഷേ സത്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്തിനാണ് സത്യം തുറന്നു പറയുന്നത്? ഈ റിലേഷൻഷിപ്പിൽ മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പേഴ്സണ് നിങ്ങളുടെ ആവശ്യം തീർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് തിരിച്ച്, അല്ലെങ്കിൽ ഇപ്പോൾ തൽക്കാലം ഈ പേഴ്സണൽ ലൈഫിൽ ആരും ഇല്ലായിരിക്കും. അപ്പോൾ ആരെങ്കിലുടെയും ആവശ്യമുണ്ട്. അതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നത്. ഇതൊരു നോ കോൺടാക്ട് സിറ്റുവേഷൻ ആണെന്നാണ് തോന്നുന്നത്. അതങ്ങനെയാണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പേഴ്സണോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? നിങ്ങൾക്ക് എന്താണ് ഈ പേഴ്സണോടുള്ള ഫീലിങ്സ്? ഇപ്പോൾ നിങ്ങളുടെ ഫീലിങ്സ് നമ്മളിവിടെ കാണുന്നുണ്ട്, പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഈ പേഴ്സണോട് ഇപ്പം എന്താണ് ഫീലിങ്സ്? നിങ്ങൾക്ക് ഈ പേഴ്സണോട് പറഞ്ഞ് സംസാരിച്ച് എന്തായിക്കോട്ടെ, എന്നോട് എന്ത് വേണം ചെയ്തോട്ടെ. ഇവിടെ 2 ക്വീൻസ് ഉണ്ട്, നോക്ക്. അപ്പോൾ ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നതുകൊണ്ടാണ് നിങ്ങളായിട്ട് ഇതായത്. നിങ്ങളായിട്ട് ഒഴിവാക്കിയതാണോ, കണ്ടുപിടിച്ചപ്പോൾ ഈ പേഴ്സൺ മുങ്ങിയതാണോ എന്ന് അറിയില്ല. എന്തെങ്കിലും ഇപ്പം മിണ്ടാതിരിക്കുന്നതാണോ എന്ന് അറിയില്ല. എന്തായാലും നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ അറിയാം, ഈ പേഴ്സണ് നിങ്ങളോട് പല റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഈ റിലേഷൻഷിപ്പിൻ്റെ ഈ സിറ്റുവേഷൻ നമുക്കിത് മറന്നു കളയാം എന്ന് ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ. മനസ്സിലാവുണ്ടോ?
അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ഒരു നമ്മൾ എന്താ പറയുക, നമ്മുടെ കയ്യിൽ തെറ്റില്ലെങ്കിലും നമ്മളെപ്പോഴും ചിലപ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു സിറ്റുവേഷൻ, ഞാൻ അങ്ങനെ ചെയ്തിട്ടല്ലേ ആ പേഴ്സൺ അങ്ങനെ ചെയ്തത് എന്നൊരു ലൈനിലേക്കാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങൾ സ്വയം കുറ്റം ഏറ്റെടുക്കാൻ ശ്രമിക്കുന്ന പോലെ. പക്ഷേ നിങ്ങൾക്കിവിടെ തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ഓപ്ഷൻസ് നോക്കിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെ റീകൺസീൽ ചെയ്യാം. നിങ്ങൾക്ക് റീകൺസീലിയേഷൻ ചെയ്യാനാണ് ആഗ്രഹം. പക്ഷേ ഈ പേഴ്സണൽ ലൈഫിൽ ഇപ്പോൾ ഓൾറെഡി നിങ്ങളെ കൂടാതെ 3 ക്വീൻസ് ഉണ്ട് ഇവിടെ. ക്വീൻ ഓഫ് കപ്സ് ഉണ്ട്, ക്വീൻ ഓഫ് സ്വേർഡ്സ് ഉണ്ട്, ക്വീൻ ഓഫ് വാൻസ് ഉണ്ട്. അപ്പോൾ 3 പേരുണ്ട്. മനസ്സിലായോ? നിങ്ങൾക്കറിയാം ഈ പേഴ്സണൽ ലൈഫിൽ ഇഷ്ടംപോലെ ആളുകൾ, ഇത് പെണ്ണാവാം ആണാവാം കേട്ടോ. നിങ്ങളുടെ ഈ പേഴ്സണ് നിങ്ങളോടുള്ള ശരിക്കുള്ള ഫീലിങ്സ് എന്താണ്? ഈ പേഴ്സണ് നിങ്ങളോട് ശരിക്കുള്ള ഫീലിങ്സ് എന്താണ്? ഈ പേഴ്സൺ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എന്ന് വെച്ചാൽ സിറ്റുവേഷൻ ഒന്ന് ഇതാക്കാനായിട്ട്, ലെവല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വഴക്കിട്ടിരിക്കുന്നത് ശരിയാവുന്നില്ല. കാരണം ഈ പേഴ്സണിൻ്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അപ്പോൾ ഈ പേഴ്സൺ ഒന്ന് നിങ്ങളെ ഒന്ന് കൺട്രോൾ ചെയ്യണം. അപ്പോൾ അതിന് നിങ്ങളെ പയ്യെ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങും ഈ പേഴ്സൺ കേട്ടോ. എന്ന് വെച്ചാൽ നിങ്ങളോട് സത്യം തുറന്ന് പറയും. അതാണ് ഇതിൻ്റെ പേഴ്സൻ്റെ പ്രത്യേകത. ഒരു ടെക്നിക്കാണത്. എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ചെയ്തു, ആ സന്ദർഭത്തിൽ അങ്ങനെ ചെയ്യേണ്ടി വന്നു, ഞാൻ എന്തുകൊണ്ടാണ് ചെയ്തതെന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ അങ്ങനത്തെ ഒരു ഡയലോഗ് പറയും. സത്യം പറയും, പക്ഷേ കുറ്റം നിങ്ങളുടെ തലയിൽ വന്ന പോലെ. അല്ലെങ്കിൽ അയ്യോ എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എന്താ അങ്ങനെ ചെയ്തതെന്ന്. അപ്പോൾ നിങ്ങളൊരിക്കും അയ്യോ പാവം ആ സിറ്റുവേഷനിൽ അങ്ങനെ ചെയ്തു പോയതാണെന്ന് ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഈ പേഴ്സൺ ശരിക്കും പഴയ പോലെയുള്ള റിലേഷൻഷിപ്പിലേക്ക് പോകാനല്ല ആഗ്രഹിക്കുന്നത്. പക്ഷേ നിങ്ങൾ അങ്ങോട്ട് കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് വിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലേക്ക് വേറെ ആരെങ്കിലും കയറും. അപ്പോൾ ഈ പേഴ്സണ് നിങ്ങളോട് ആക്സസിബിലിറ്റി ഉണ്ടാവില്ല. അതുകൊണ്ട് മാത്രമാണ് ഈ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ കൊണ്ടുള്ള ഉപയോഗം അവസാനിച്ചിട്ടില്ല. കുറ്റബോധം ഇല്ല വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് വെച്ച് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് വെച്ച് എന്താ ഉദ്ദേശിക്കുന്നത്? 2 കാർഡ്സാണ് വന്നിട്ടുണ്ട്, 3 കാർഡ്സ് വന്നിട്ടുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് ഈ പേഴ്സണോട് സോൾമേറ്റ് കണക്ഷൻ പോലെയാണ് കാണുന്നത്. പിന്നെ നിങ്ങൾ ഭയങ്കരമായിട്ട് അഡ്വൈസ്, നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വേറെ ആരും ഇല്ലായിരിക്കും. ചിലപ്പോൾ പാരൻസ് ഒന്നും ഇല്ല, ബന്ധുക്കളില്ല, എല്ലാവരും നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുകയാണെങ്കിൽ ഈ പേഴ്സണാണ് നിങ്ങളുടെ കാര്യങ്ങൾക്കൊക്കെ ഒരു വഴികാട്ടിയായിട്ട് നിൽക്കുന്നത്. ഈ പേഴ്സണാണ്. മനസ്സിലായോ? ഈ പേഴ്സണാണ് നിങ്ങളെ അഡ്വൈസ് ചെയ്യണത് എന്താണ് എന്നൊക്കെ ചെയ്യണത്. അപ്പം നിങ്ങൾക്കിത് ഈ പേഴ്സൺ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ പിന്നെ ആരും ഇല്ലാണ്ടാവും. മനസ്സിലാവുണ്ടോ? അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയും കൂടെ നിങ്ങളുടെ ഇതിലുണ്ട്. നിങ്ങൾക്കൊരു എന്താ പറയുക, ഒരു ഡിപ്പെൻഡൻസിയാണ് ഈ പേഴ്സണോട്. പേഴ്സൺ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ലൈഫിൽ പിന്നെ ആരുമില്ല, ഞാൻ ആരോട് അഡ്വൈസ് ചോദിക്കും, എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരാ ഉള്ളതെന്നൊക്കെ ഒരു ടെൻഷനാണ് നിങ്ങളുടെ മനസ്സിൽ. ഈ പേഴ്സണ് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് കൊണ്ട് എന്താണ് ഈ പേഴ്സൺ നിങ്ങളുടെ മനസ്സിലുള്ള ആൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, ഈ പേഴ്സൺ എന്താ ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. 3 കാർഡ്സാണ് ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് വന്നേക്കുന്നത്. ഈ പേഴ്സൺ ലവേഴ്സായിട്ട് കാണിക്കുന്നുണ്ടല്ലോ. ഈ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒരു ഫ്രണ്ട് കം ലവറായിട്ട് വേണം. നിങ്ങൾ കാരണം ഇഷ്ടംപോലെ പൈസയുണ്ട്, മനസ്സിലായി? നിങ്ങൾ അതുപോലെ തന്നെ ഗുഡ് ഫോർച്യൂണാണ് നിങ്ങൾക്ക് ഇഷ്ടംപോലെ പണമുണ്ട്, പ്രശസ്തിയുണ്ട്. പക്ഷെ എന്നാലും നിങ്ങൾ ഈ പേഴ്സണിൻ്റെ പുറകെ ഒബ്സെസ്ഡ് ആയിട്ട് നടക്കും. അപ്പോൾ നമ്മൾക്ക് ഭയങ്കര ഫേമസ് ആയ ഒരാൾ നമ്മളുടെ പുറകെ ഇങ്ങനെ എന്താ പറയുക, നമ്മളുടെ കൺട്രോളിൽ ഇരിക്കുക, അതുപോലെ നമ്മളുടെ പുറകെ നടക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ക്രെഡിറ്റാണ് ഈ പേഴ്സണ്. അപ്പോൾ 4 പേര് കൂടുമ്പോൾ ഇതുണ്ടാവും, ഫ്രണ്ട്സിൻ്റെ കൂടെ കൂടുമ്പോൾ പറയാനും ഞാനും ഇന്ന ആളുമായിട്ട് ഇഷ്ടത്തിലാണ് എന്നൊക്കെ പറയാനും. അതുപോലെ തന്നെ ഈ പേഴ്സണ് നിങ്ങളുമായിട്ടൊരു കണക്ഷൻ ഉണ്ട്, ഒരു സോൾമേറ്റ് കണക്ഷൻ ഉണ്ട്. പക്ഷെ അത് ലവേഴ്സാണെന്ന് പറയാം, ഹാർമണി, നിങ്ങൾ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. മനസ്സിലായി? അത് ഈ പേഴ്സണും ഫീൽ ചെയ്യുന്നുണ്ട്. ഇതെന്താ കാണാതെ? റിഫ്ലക്ഷൻ കൊണ്ടാണ് കാണാത്തത് അല്ലേ? ലവേഴ്സാണത്. അപ്പോൾ ഈ പേഴ്സണ് നിങ്ങളോടൊരു റിലേഷൻഷിപ്പ് നിങ്ങളുമായിട്ട് വെക്കണം. കാരണം ഹാർമോണിയസ് റിലേഷൻഷിപ്പ്. പേഴ്സണ് നിങ്ങളെ കൊണ്ട് ടെൻഷനല്ല, മറ്റുള്ളവർ ഈ പേഴ്സണ് കുറേ ടെൻഷൻ കൊടുക്കുന്നുണ്ട്. പല റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലും മിക്കവരും ടെൻഷൻ കൊടുക്കുന്നുണ്ട് ഈ പേഴ്സൺ. നിങ്ങൾ പക്ഷേ ഭയങ്കര ഒരു അൺകണ്ടീഷണൽ ലവ് പോലത്തെ ആളാണ് നിങ്ങൾ.
മനസ്സിലായി? ക്വീൻ ഓഫ് കപ്സ് പോലത്തെ എനർജിയാണ് നിങ്ങൾക്ക്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പേഴ്സൺ അധികം ബുദ്ധിമുട്ടിക്കുന്നില്ല. പിന്നെ നിങ്ങൾ സെൽഫ് സഫീഷ്യൻ്റ് ആണ്. നിങ്ങൾ എല്ലാ കാര്യം സ്വയം ചെയ്യുന്നതാണ്. ഈ പേഴ്സണെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഒരു കാര്യത്തിൽ മാത്രം ഈ പേഴ്സൺ ഏതെങ്കിലും ഒരു ഇതിൽ എൻ്റെ കൂടെ എൻ്റെ ലൈഫ് ലോങ് ഉണ്ടാവണമെന്നൊരു ആഗ്രഹം മാത്രമേ നിങ്ങൾക്കുള്ളൂ. ഈ പേഴ്സണെ വിവാഹം കഴിക്കണമെന്നോ ഈ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി പൈസ ചിലവാക്കണമെന്നോ എന്നൊന്നും നിങ്ങൾക്ക് ആഗ്രഹമില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെക്കാളും കുറച്ച് കൂടുതൽ അതുപോലെ ഈ പേഴ്സൺ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ കൂടുതലൊരു ഹാർമണി ഫീലിംഗ് ഉണ്ട് നിങ്ങളുമായിട്ട് കേട്ടോ. അതുമല്ല ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ ഒരു ക്രെഡിറ്റാണ് ഈ പേഴ്സൺ. ഇങ്ങനെ ഒരാൾ എൻ്റെ കൺട്രോളിലുണ്ട്, അപ്പോൾ നിങ്ങൾ കാണാൻ മോശമില്ലാത്ത ഒരാളാണ്, അപ്പോൾ അതൊരു ക്രെഡിറ്റ് ആയിട്ടാണ് ഈ പേഴ്സൺ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ഈ പേഴ്സൻ്റെ ഉദ്ദേശം. പിന്നെ എന്ത് ആക്ഷനാണ് നിങ്ങൾ എടുക്കുക? ഇനി എന്ത് ആക്ഷനാണ് റിലേഷൻഷിപ്പിന് വേണ്ടി നിങ്ങൾ എടുക്കുക? ഈ റിലേഷൻഷിപ്പിന് വേണ്ടി ഇനി എന്ത് ആക്ഷനാണ് നിങ്ങൾ എടുക്കുക? നിങ്ങളപ്പോൾ ചിലപ്പോൾ ഒരു ഡിവോഴ്സ് സിംഗിൾ എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. സെൽഫ് സഫീഷ്യൻ്റ് ആണ്, ഇഷ്ടംപോലെ പണമുണ്ട് നിങ്ങളടുത്ത് നിങ്ങൾക്ക്. അതുപോലെ വളരെ ഫിനാൻഷ്യലി വളരെ ഇൻഡിപെൻഡൻ്റ് ആണ് നിങ്ങൾ. അപ്പം നിങ്ങൾ എന്ത് ആക്ഷൻ എടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ് കാണിക്കുന്നത്. നിങ്ങൾ മിക്കവാറും നോക്കട്ടെ നിങ്ങൾ എന്താ ഈ പേഴ്സൺ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോട്. നിങ്ങൾ എന്ത് ആക്ഷനാണ് എടുക്കുക? വീൽ ഓഫ് ഫോർച്യൂൺ. നിങ്ങൾക്കും ഈ സിറ്റുവേഷൻ മാറണമെന്നുണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടാമത് ഈ പേഴ്സണോട് സംസാരിച്ച് തുടങ്ങണം എന്നുണ്ട്. അപ്പോൾ നൈറ്റ് ഓഫ് വോൺസ് ആണ് കാണിക്കുന്നത്. നിങ്ങൾ നൈറ്റ് ഓഫ് വോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു പ്ലെയർ എനർജിയാണ്, ഒരു വാണ്ടററാണ് എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കാത്ത ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പേഴ്സൻ്റെ സ്വഭാവം മാറ്റണം എന്നുണ്ട്. ഈ പേഴ്സൺ കുറേ നാൾ കഴിയുമ്പോൾ സ്വഭാവം തന്നെ മാറും. ഞാനിങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരുന്ന പേഴ്സൻ്റെ ഓട്ടോമാറ്റിക് സ്വഭാവം മാറും എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പോൾ നിങ്ങളുടെ പണം നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ പേഴ്സൻ്റെ മുമ്പിൽ അപ്പോൾ നിങ്ങൾ വാട്സാപ്പിലൊക്കെ സ്റ്റേറ്റസ് ഇടുന്നുണ്ടാവും, നിങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്, നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങുന്ന പോലെയൊക്കെ നിങ്ങൾ ഈ പേഴ്സണെ ശരിക്കും പറഞ്ഞാൽ മൈൻഡ് ഗെയിംസ് കളിക്കാനാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. നിങ്ങൾ വേറെ ആളുകളെ അട്രാക്റ്റ് ചെയ്യാൻ നിങ്ങൾ നോക്കുന്നത് പോലെ ഈ പേഴ്സണോട് കാണിച്ചാൽ ഈ പേഴ്സൺ നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിത രീതി മാറിയിട്ട് ഒരു മേക്ക് ഓവർ ചെയ്യാനുള്ള ഒരു പ്ലാൻ നിങ്ങൾക്കുണ്ട്. ഇനി ഈ പേഴ്സൺ എന്ത് ആക്ഷനാണ് എടുക്കുക? കാരണം ഈ പേഴ്സണെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവും നിങ്ങളിങ്ങനെ വീട്ടിൽ ചടഞ്ഞിരുന്ന് ഈ പേഴ്സണെ വെയിറ്റ് ചെയ്യുന്നത് പോലെ ഇരിക്കുമ്പോൾ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരില്ല. പക്ഷെ നിങ്ങൾ അപ്പോൾ യൂട്യൂബിലൊക്കെ നമ്മൾ കാണുമല്ലോ, ഭയങ്കര ഇപ്പോൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ എങ്ങനെ ആണുങ്ങളെ അട്രാക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ പെണ്ണുങ്ങളെ അട്രാക്റ്റ് ചെയ്യാം എന്ന വീഡിയോസാണ് കൂടുതൽ. അപ്പോൾ അങ്ങനെയുള്ള കുറേ വീഡിയോസ് ഉണ്ട്. ഓരോരുത്തർ വന്ന് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ പെരുമാറിയാൽ ആൾ വരും, എപ്പോഴും അയാൾക്ക് അവൈലബിൾ ആയ വരില്ല എന്നൊക്കെ. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നിങ്ങളിപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ കാണുന്നുണ്ട് ആളാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ ക്യാരക്ടറിൽ ഒരു വ്യത്യാസം വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാലേ ഈ പേഴ്സണെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നിങ്ങൾക്ക് ചിന്തയുണ്ട്. ഈ പേഴ്സൺ ആണെങ്കിൽ കുറച്ചൊന്ന് പുറകോട്ട് മാറി നിൽക്കും. കാരണം നിങ്ങളുടെ വീഡിയോസ് പക്ഷേ നിങ്ങൾ ഈ ആക്ഷൻ എടുക്കുമ്പോൾ അതിൻ്റെ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്നൊരു ഡൗട്ട് അടിക്കും. അപ്പോൾ ആക്ഷൻ എടുക്കണമെന്ന് ഈ പേഴ്സൺ വിചാരിക്കുന്നത് ആ പേഴ്സൺ ഒന്ന് നിൽക്കും, ഒരു മിനിറ്റ് ഒന്ന് ബ്രേക്ക് ഇടും. എന്നുവെച്ചാൽ അറിയില്ല ഇനിയിപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടോ നിങ്ങളുടെ ലൈഫിൽ എന്നൊരു സംശയം ഈ പേഴ്സൺ. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഒന്ന് പുറകോട്ട് മാറും. മനസ്സിലായോ? അപ്പോൾ തൽക്കാലം റിസ്ക് എടുക്കണ്ട എന്നൊരു ചിന്ത ഈ പേഴ്സണൽ ലൈഫിലേക്ക് വരും. എന്ന് വെച്ചാൽ ഈ പേഴ്സൻ്റെ വിചാരം എന്ന് വെച്ചാൽ ഞാൻ എങ്ങനെയൊക്കെ പെരുമാറിയാലും എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാൾ ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഞാനൊന്ന് 2 ഗേൾസിൻ്റെ പുറകെ അല്ലെങ്കിൽ 2 ബോയ്സിൻ്റെ പുറകെ പോയാൽ ഉടനെ തന്നെ വേറെ ബോയ്സിൻ്റെ പുറകെ അല്ലെങ്കിൽ ഗേൾസിൻ്റെ പുറകെ പോകുന്ന ആൾ എനിക്കെന്തിനാ എന്നൊരു ചിന്ത ആൾക്ക് വരുന്നുണ്ട്, ഈ പേഴ്സൺ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഒരു ബ്രേക്ക് ഇടും. ഞാൻ ഇപ്പോൾ ഒരു ആക്ഷനും എടുക്കുന്നില്ല. മെസ്സേജ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഈ പേഴ്സൺ ബ്രേക്ക് ഇടും കേട്ടോ. ഇവിടെ രണ്ടും കൽപ്പിച്ച് മെസ്സേജ് ചെയ്യാൻ പോയ ആൾ നെക്സ്റ്റ് ആക്ഷൻ വരുമ്പോഴത്തേക്കും ബ്രേക്ക് ഇട്ട് നിൽക്കുകയാണ്. മനസ്സിലായോ? കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട ഇപ്പോൾ എന്നൊരു ചിന്ത. കാരണം നിങ്ങൾ വേറെ ആരുമായിട്ട് എന്തോ റിലേഷൻഷിപ്പിലേക്ക് പോകുന്നുണ്ടെന്നൊരു ഡൗട്ട്. അത് കൊള്ളാം. അയാൾക്ക് ഈ പേഴ്സൺ എല്ലാം ചെയ്യാൻ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പാടില്ല എന്നൊരു എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഇതാണ് ബ്ലൂ മുത്ത് സെലക്ട് ചെയ്തവരുടെ റീഡിങ് കേട്ടോ. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ലിയോ, അക്വേറിയസ്, ജെമിനായ്, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, അക്വേറിയസ്, ലിയോ, സാജിറ്റേറിയസ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, Taurus, Virgo, Capricorn, Aries, Leo, Sagittarius, Taurus, Leo, Aquarius, Scorpio, Taurus, Virgo, Capricorn, Virgo, Aries, Leo, Sagittarius,
Aquarius, Libra, Gemini, Aries, Leo, Sagittarius, Aquarius, Libra, Gemini, Aquarius, Libra, Gemini, Pisces, Taurus, Virgo, Capricorn, Aquarius, Libra, Gemini, Aries, Leo, Sagittarius, Aquarius, Libra, Gemini. ഈ 7 of Swords 2 പ്രാവശ്യം വന്നു നിങ്ങളുടെ റീഡിങ്, ഈ പേഴ്സൻ്റെ റീഡിങ്ങിൽ. കള്ളത്തരം ഭയങ്കരമായിട്ടുള്ള ഒരാളാണ്. സ്കോർപ്പിയോ, ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. ഇത്രയുമാണ് നമ്മൾ ബ്ലൂ മുത്ത് സെലക്ട് ചെയ്തവരെ റീഡിങ്ങിൽ കണ്ട സോഡിയാക് സൈൻസ് കേട്ടോ. അപ്പം നമുക്കിനി അടുത്ത റീഡിങ്ങിലേക്ക് പോവാം. അതിനു മുമ്പ് ഓറക്കിൾ മെസ്സേജസ് ഒക്കെ ഒന്ന് ചെയ്തേച്ചേക്കട്ടെ. അപ്പം നിങ്ങളാണ് അഡിക്റ്റഡ്, മറ്റേ ആൾ ആ അഡിക്ഷനെ മുതലെടുക്കുന്ന ഒരാളാണ് കേട്ടോ. അടുത്ത റീഡിങ് റെഡ് സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആണ്, അതിലേക്കാണ് പോകുന്നത്. റെഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജാണ് നമ്മൾ നോക്കുന്നത്. ഭഗവാനെ ഇവിടെ എനർജി വലിയ കുഴപ്പമില്ലെന്നുണ്ട്. കാർഡ്സ് ഭയങ്കര ഫ്രീ ആയിട്ട് വീഴുന്നുണ്ട്. ഇത് തോന്നുന്നു ഓറക്കിൾ മെസ്സേജിന് കണ്ട, അല്ലെങ്കിൽ കട്ടയായിട്ട് വീഴും. ഇത് പക്ഷേ ഭയങ്കര ഫ്രീ ആയിട്ട് വീഴുന്നുണ്ട്. അപ്പോൾ ഈ റെഡ് സെലക്ട് ചെയ്തവർ അത്ര സ്ട്രെസ്ഡ് അല്ലാന്ന് തോന്നുന്നുണ്ട്. ഓക്കെ. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. കുറേ കാർഡ്സ് വീണിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ഇപ്പോൾ ഇവിടെ കുറേ മെസ്സേജസ് അറിയേണ്ട കുറേ പേരുണ്ട്. നോക്കട്ടെ. ഗംഗ, ഡിവൈൻ ഇൻ്റർവെൻഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ എന്തോ ഒരു കാര്യം ചെയ്യാൻ പോകുന്നുണ്ട്, പക്ഷെ അതിന് ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു നാശനഷ്ടം ഉണ്ടാവാതിരിക്കാനായിട്ട് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം മറ്റുള്ളവരെ പാട്ടിലാക്കാൻ. മനസ്സിലായോ? മറ്റുള്ളവർ നിങ്ങളുടെ ശത്രുവായി മാറാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ആവശ്യമാണ്. പിന്നെ ലോ ഓഫ് കർമ്മ, ഇത് കർമ്മഫലം ആണ് കാണിക്കുന്നത്. ഈ കാർഡ് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലമാണ് കിട്ടുന്നത്. നമ്മൾ ഓരോ ചെയ്യുന്ന കർമ്മങ്ങളും, ക്രിസ്ത്യാനികൾ പറയും ഇവിടെ ചെകുത്താനും മാലാഖ ഇരുന്ന് കണക്കെടുക്കുന്നുണ്ടെന്ന് പറയും. അതുപോലെ തന്നെ മുസ്ലിംസിൻ്റെ ഇതിനും പറയും 2 പേര് എപ്പോഴും നമ്മളെ കണക്കെടുക്കുന്നുണ്ടെന്ന് പറയാം. അപ്പോൾ ഹിന്ദുക്കൾ പറയുന്നത് കർമ്മഫലമാണ്. നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോൾ അപ്പോൾ അതും ആരോ കണക്ക് വെക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഓരോ പ്രവർത്തിക്കും അതിൻ്റേതായ തിരിച്ചടികൾ. നേരത്തെ നമ്മളിപ്പോൾ ഈ ഇടയ്ക്ക് പറയാറുണ്ട്, ഇപ്പോഴത്തെ ഒരു പറയുന്ന ട്രെൻഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ ദൈവം വൈകിയായിരുന്നു പണിഷ്മെൻ്റ് എന്ന്. ഇപ്പോൾ പെട്ടെന്ന് പണിഷ്മെൻ്റ്. നമ്മളൊരു തെറ്റ് ചെയ്തു അപ്പോൾ തന്നെ പണിഷ്മെൻറ്റ് കിട്ടി. നമ്മൾ ആരെങ്കിലും ചീത്ത പറഞ്ഞ് തിരിയുമ്പോൾ വേറെ ആരെങ്കിലും ചീത്ത പറയും. നമ്മളൊരാളെ അടിക്കുകയും ചെയ്ത് നമ്മളെ കാല് കട്ടിലെ തട്ടുക, എവിടെയെങ്കിലും തട്ടുക, നല്ല വേനെടുക്കും. അപ്പോൾ ഓരോന്നിനും അതിൻ്റെ ആ കാഠിന്യം അനുസരിച്ചാണ് നമുക്ക് പണിഷ്മെൻറ്റ് വരിക. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും പണിഷ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട് തെറ്റുകൾ, അതിനനുസരിച്ച് പണിഷ്മെൻറ്റും ഭീകരമായ തെറ്റുകൾ വരുമ്പോഴാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പണിഷ്മെൻറ്റ് കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ചിലപ്പോൾ സംശയം തോന്നാണ്, സ്വർഗവും നരകമൊക്കെ ഉണ്ടോ, അവസാനമാണ് പണിഷ്മെൻറ്റ്, അതോ നമ്മൾ ഈ ഭൂമിയിൽ തന്നെ ചെയ്യുന്നതിനെല്ലാം ഫലം അനുഭവിച്ചിട്ടാണോ ഈ ജീവിതം അവസാനിക്കുക? ആ ഒരു സംശയം എൻ്റെ മനസ്സിൽ വരാറുണ്ട്. അടുത്തത് എംബ്രേസ് ഫോർഗിവ്നെസ് ആൻഡ് എംബ്രേസ് പോസിറ്റിവിറ്റി. അപ്പോൾ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പഠിക്കുക, അതുപോലെ തന്നെ കാര്യങ്ങളെ പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിക്കുക. ലാസ്റ്റ് കാർഡ് വന്നേക്കും സ്റ്റിൽനെസ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ഭീകരമായ എന്തോ കാര്യം വരുന്നുണ്ട്. ഇപ്പോൾ ഒരു പ്രശ്നവും ഇല്ലാണ്ട് പോകുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത് പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ പല പരീക്ഷണങ്ങളും വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ നല്ലതാവാം, ചീത്തയാവാം. മനസ്സിലായോ അതിൻ്റെ റിസൾട്ട്സ്? അപ്പോൾ പക്ഷേ എല്ലാത്തിനെയും വളരെ ശാന്തമായിട്ട് എതിരിടാൻ റെഡിയാവുക എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ കുറേ ചാലഞ്ചസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ഭഗവാനെ, എല്ലാത്തിനും പ്രതിവിധിയുണ്ട്, എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട്. നമ്മൾ കണ്ടെത്തണം എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലാവുണ്ടോ? അത് നമ്മൾ തന്നെ കണ്ടെത്തുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇനി ഈ
ഓറക്കിളിൽ എന്തൊക്കെ മെസ്സേജസ് ആണ് നിങ്ങൾക്ക് വരുന്നതെന്ന് നോക്കാം. 2 വന്നിട്ടുള്ളൂ. ഒരു വിഡോവർ എന്ന് പറഞ്ഞാൽ ഭാര്യ മരിച്ച ഒരാൾ, അയാൾ ശവകുടീരത്തിൽ റീത്ത് വയ്ക്കുകയാണ്, പൂ വയ്ക്കുകയാണ്. പിന്നെയുള്ളത് ഒരു എനിമി, ഫോ, ശത്രു. ഇത് രണ്ടുമാണ് കാർഡ്സ് വന്നിരിക്കുന്നത്. ഒരു സ്ത്രീയാണ് ശത്രുവായിട്ട് നിൽക്കുന്നത് ഇവിടെ കേട്ടോ. ഒരു ഫ്രണ്ട് ശത്രുവായി മാറിയതാണോ അറിയില്ല. അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് എടുക്കുക ഭഗവാനെ. ഓക്കെ, അപ്പം നമുക്ക് ടാരോ റീഡിങ്ങിലേക്ക് പോകാം. ആദ്യം നിങ്ങളുടെ രണ്ടുപേരുടെയും ഓവറോൾ എനർജി, പിന്നെ നിങ്ങൾ തമ്മിലുള്ള ഫീലിങ്സ്, നിങ്ങൾ തമ്മിലുള്ള ഇൻറ്റൻഷൻസ്, പിന്നെ നിങ്ങൾ തമ്മിലുള്ള ആക്ഷൻസ്. ഇത്രയുമാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഭഗവാനെ, ആദ്യം നിങ്ങൾ തമ്മിലുള്ള ഓവറോൾ എനർജി നമുക്കെടുക്കാം. അത് നിങ്ങളുടെ എനർജി നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണ്? ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ എനർജി എങ്ങനെയുള്ളതാണ്? അതാണ് ശരിക്കും നിങ്ങളുടെ എനർജി എങ്ങനെയുള്ളതാണ്. ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ എനർജി എങ്ങനെയുള്ളതാണ്? വീഴുന്നില്ല, നിങ്ങൾക്ക് പറയാൻ ആഗ്രഹമില്ല. എനിക്ക് പറയേണ്ടത് ഞാൻ പറയുന്നില്ല എന്നൊരു എനിക്ക് ഒരു ഷഫിളും കൂടെ ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ ഞാൻ കാർഡ്സ് എടുക്കും. എനിക്ക് ഒരു കാർഡാണ് വേണ്ടത്. ഒന്നും കൂടെ നോക്കാം. ലാസ്റ്റ് ഷഫിൾ. ഓക്കെ, 2 ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സാണ് വന്നത്. നിങ്ങൾ ഓവർ കമ്മിറ്റഡ് ആണ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതല്ലാതെ വേറെ 100 കാര്യങ്ങളുണ്ട് ലൈഫിൽ. അപ്പോൾ നിങ്ങൾക്കൊരു പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റുന്നില്ല ഈ റിലേഷൻഷിപ്പിന്, അല്ലേ? അപ്പോൾ ഒരു ഓർഗനൈസ്ഡ് അല്ല. അതുകൊണ്ട് പല കാര്യങ്ങളും നിങ്ങൾ മിസ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഒന്നിലൊരു ബാലൻസ് ഇല്ല നിങ്ങളുടെ ലൈഫിൽ. ഈ റിലേഷൻഷിപ്പിന് പ്രത്യേകിച്ചും നിങ്ങളിങ്ങനെ ഓവർ ബേർഡൻഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിന് അതർഹിക്കുന്ന ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നില്ല. അതാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ പേഴ്സണിൻ്റെ ഓവറോൾ എനർജി എന്താണ്? ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഓവറോൾ എനർജി എന്താണ്? 3 കാർഡ്സ് വന്നിട്ടുണ്ട്, എടുക്കാം. പറയാനുള്ള ആഗ്രഹമല്ലേ? 2 ഓഫ് വാൻഡ്സ്, ചോയ്സ്. ഒരു ചോയ്സ് എടുക്കാൻ ഈ പേഴ്സൺ നോക്കുന്നുണ്ട്. ഒരു ഓഫർ ചെയ്യാൻ, ഒരു ചോയ്സ്, ഒരു ഓഫർ ചെയ്യാനുള്ള, പക്ഷേ ഈ പേഴ്സൻ്റെ അടുത്ത് ചെയ്യണമെന്ന ആഗ്രഹമുണ്ടെന്ന് തോന്നുന്നു. കാരണം കിങ് ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സാണ് വന്നത്. കിങ് ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ പണനഷ്ടം അനുഭവിച്ച ഒരു സിറ്റുവേഷനാണ് ഈ പേഴ്സൻ്റെ. ഇപ്പോൾ പണമില്ല ഈ പേഴ്സൻ്റെ കയ്യിൽ, കുറേ നഷ്ടങ്ങൾ എന്ന് വെച്ചാൽ കുറേ സ്ഥലത്ത് നിന്ന് ഇൻവെസ്റ്റ് ചെയ്തു, കുറേ പേർക്ക് കടം കൊടുത്തു, കുറേ പേർക്ക് ദാനം കൊടുത്തു, അവസാനം പാപ്പര സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുപോലെ തന്നെ പണത്തിനോട് ആർത്തിയുണ്ട്. ഇതെന്താ സിറ്റുവേഷൻ എന്ന് അറിയാമോ? നേരെ വന്നു കഴിഞ്ഞാൽ പണം എങ്ങനെ ഉണ്ടാക്കണം, എങ്ങനെ ചിലവാക്കണമെന്ന് നല്ല അറിവുള്ള ആൾ. റിവേഴ്സ് വരുമ്പോൾ പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ നടക്കുന്ന ആളുകളില്ലേ, അവരുടെ എനർജി വരും അവിടെ. പെട്ടെന്ന് പണമുണ്ടാക്കാൻ നടക്കുന്ന ആളുകൾ എപ്പോഴും കള്ളത്തരത്തിൽ പെട്ട് അവർക്ക് ഉള്ളതൊക്കെ നഷ്ടപ്പെടും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കാരണം ആർത്തി കൊണ്ടാണ് അവർ ഈ പരിപാടി നടത്താൻ പോകുന്നത്. അപ്പോൾ ആർത്തി കാരണം അവർക്ക് ഉള്ളത് മുഴുവൻ പോവുകയും ചെയ്യും. അതാണ് പ്രശ്നം. അപ്പോൾ അങ്ങനത്തെ നിങ്ങൾക്കൊരു ഓഫർ തരണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് പണം കടം ചോദിക്കണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അടിപൊളി, നോക്കട്ടെ. പക്ഷെ എങ്ങനെ ചോദിക്കണം നിങ്ങളോട് എന്നറിയില്ല, മനസ്സിലായോ? പുതിയൊരു ബിസിനസ് തുടങ്ങണം, അപ്പോൾ അതിന് വേണ്ടി കുറച്ച് പണം തന്ന് സഹായിക്കണം എന്നൊക്കെ പറയാനായിട്ടുള്ള ഒരു മൂഡുള്ള ഒരാളാണ്. അപ്പം നിങ്ങളാണെങ്കിൽ ഭയങ്കര പണമുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടംപോലെ, നിങ്ങൾക്ക് പണം ഉണ്ടാക്കാനും പണം ചെലവഴിക്കാനും അറിയാം, മനസ്സിലായി? നിങ്ങളുടെ കൂടെയുള്ള ആൾ അത് നിങ്ങളിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് പണത്തിന് വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്കും ഇഷ്ടംപോലെ നഷ്ടങ്ങൾ ഈ പേഴ്സൺ ഉണ്ടാക്കിയിട്ടുണ്ടാവാം. നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ അപ്പം കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഫിനാൻഷ്യലി ഭയങ്കര ഹാപ്പിയാണ്, മനസ്സിലാവും? നിങ്ങൾ പൊതുവേ ഇപ്പോൾ മാരീഡ് ആണ് നിങ്ങൾ രണ്ടുപേരെങ്കിലും നിങ്ങൾ ഹാപ്പിയാണ്. ഓക്കെ, നിങ്ങൾ സെൽഫ് 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ സൺ കാർഡും, നിങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് സിറ്റുവേഷനിൽ. ഓവർ ബേർഡൻഡ് ആണ്, പക്ഷെ നിങ്ങൾ ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ പേഴ്സൺ നിങ്ങളുടെ ഈ ഒരു അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ശ്രദ്ധ കൊടുക്കാൻ കഴിയുന്നില്ല. ഇവിടെ എന്താ നടക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെന്ന് നിങ്ങൾക്ക് ബോധമില്ല. ഈ പേഴ്സണ് 2 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും അധികം വലിയ പ്രശ്നമില്ലാത്ത റിലേഷൻഷിപ്പാണിത്. അതുകൊണ്ടാണ് നിങ്ങൾ കുറച്ച് ലേസി ആയിട്ട്, കാർഡ് ഞാൻ പറഞ്ഞില്ല അത്ര വലിയ സ്ട്രെസ്ഡ് അല്ല,
കാരണം നിങ്ങൾ അധികം ശ്രദ്ധ കൊടുക്കുന്നില്ല റിലേഷൻഷിപ്പിലേക്ക്. മനസ്സിലായോ? എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ആസ് ലോങ് ആസ് നിങ്ങൾക്ക് പ്രശ്നമില്ലാത്തപ്പോൾ അത് ഇരുന്നാൽ നിങ്ങൾ ഓക്കെയാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് നിങ്ങളുടെ. ഈ പേഴ്സൺ നിങ്ങളോട് ഒരു ട്വിൻ ഫ്ലെയിം ഇതൊരു ഫീലിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയോ ഓഫർ ചെയ്യണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹമുണ്ട്. ഇൻവെസ്റ്റ് ചെയ്യണം റിലേഷൻഷിപ്പിൽ. പക്ഷേ എങ്ങനെ ചെയ്യണം എന്നല്ല. കാരണം ഈ പേഴ്സൺ പല കാര്യങ്ങളും നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഈ പേഴ്സൺ നിങ്ങളോട് ശരിക്കും ഇഷ്ടമുണ്ട് കേട്ടോ. നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ പേഴ്സൺ കുറേ കാര്യങ്ങൾ ചെയ്ത് കൂട്ടുന്നുണ്ട്. പക്ഷേ അതൊന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സൺ അങ്ങനെ മെച്യൂരിറ്റി കുറഞ്ഞ ഒരാളാണ്. അതുപോലെ ഒരു കാര്യത്തിൽ എടുത്തുചാട്ടം കൂടുതലുള്ള ഒരാളാണ്. അതുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യാതെ ഓരോ സ്ഥലത്ത് പോയി ഇൻവെസ്റ്റ് ചെയ്യും. ആ പൈസ അവിടെ കളഞ്ഞിട്ട് പോരും. നിങ്ങൾ വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ, എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഹസ്ബൻഡ്സ് ഇങ്ങനെയാണ്, ഫ്രണ്ട്സിൻ്റെ വൈഫ്സ് ഇങ്ങനെയാണ്, അവർക്ക് തേർഡ് പാർട്ടീൻ്റെ ആകെ ബഹളമാണ്, ഭയങ്കര ഇതാണ്. പക്ഷേ ഈ പേഴ്സണെ കൊണ്ട് എനിക്ക് അത്രയും വലിയ ശല്യമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല എന്നൊരു ചിന്തയാണ് നിങ്ങൾക്ക് ഉള്ളത്. അപ്പോൾ ഈ പേഴ്സൺ ഇങ്ങനെ ഒരു തേർഡ് പാർട്ടി ആവാനും വഴിയുണ്ട്. കാരണം ഇത് കിങ് ഓഫ് പെന്റിക്കിൾസ് റിവേഴ്സ് കാണിക്കുന്നുണ്ട്. പണനഷ്ടം സ്നേഹത്തിൽ കൂടെ പോയ പോലെ, മനസ്സിലാവുണ്ടോ? ഇവിടെ ഒരു റിജക്ഷൻ. ഈ പേഴ്സണ് ലവ് ഓഫർ കൊടുത്തിട്ട് ഈ പേഴ്സൺ റിജക്റ്റ് ചെയ്തു. അപ്പോൾ അത് ചിലപ്പോൾ ഈ പേഴ്സൺ ജോലി ചെയ്യുന്ന സ്ഥലത്തായിരിക്കാം, മാനേജറോ ബോസോ ആരോ ഒരാൾ ഈ പേഴ്സണോട് അട്രാക്റ്റഡ് ആയിട്ട് ഈ പേഴ്സൺ ഓഫർ കൊടുത്തപ്പോൾ ഈ പേഴ്സൺ അത് റിജക്റ്റ് ചെയ്തു. അതോടുകൂടി തന്നെ ഈ പേഴ്സണ് ജോലി പോയിട്ടുണ്ടാവാം. മനസ്സിലായോ? അങ്ങനെ എന്തോ ലവിനോട് കണക്റ്റഡ് ആണ് ഈ പേഴ്സൻ്റെ പൈസ നഷ്ടം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ പേഴ്സണോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ്? നിങ്ങൾക്ക് ഈ പേഴ്സണോട് ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? ടു ഓഫ് സ്വേർഡ്സ് കാണിക്കുന്നുണ്ട്, നൈറ്റ് ഓഫ് പെന്റിക്കിൾസ്. നിങ്ങൾ ഭയങ്കര സ്ലോ ആയിട്ട്, നിങ്ങൾക്ക് അത്ര വലിയ ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഒന്നും ഇല്ലാത്ത ആളാണ്. മനസ്സിലായോ? നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് അധികം ചിന്തിക്കുന്നില്ല. നിങ്ങൾ ഭയങ്കര കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് വളരെ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്ന ആൾ. നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എന്താണ് പറഞ്ഞാൽ അത് നിങ്ങൾ എടുക്കും. അല്ലാതെ അത് കുത്തിയിരുന്ന് ആ പേഴ്സൺ എന്തായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, ആ പേഴ്സൻ്റെ വേറെ എന്തെങ്കിലും ഉദ്ദേശം, ഇതൊന്നും നിങ്ങൾ ചിന്തിക്കില്ല. മനസ്സിലായി? നിങ്ങൾ വളരെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൈഫിൽ കുറേ ഡിസിഷൻസ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളൊരു ഡിസിഷൻ എടുക്കാൻ പോകുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷന്, ഈ പേഴ്സണിന് വേണ്ടിയിട്ട്. അപ്പോൾ ചിലപ്പോൾ ഈ പേഴ്സൺ നിങ്ങളോട് പൈസ ആവശ്യപ്പെട്ടിട്ടുണ്ടാവാം. അപ്പോൾ അത് കൊടുക്കണോ വേണ്ടേന്നുള്ള നിങ്ങൾ ഈ പേഴ്സണെ സ്പൈ ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിന്ന് പോകാനാകും. അപ്പം നിങ്ങൾ അങ്ങനെ പൊട്ടത്തരമുള്ള ആളല്ല. നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം, എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ നിങ്ങളൊരു ആക്ഷനൊന്നും എടുക്കാൻ പോകുന്നില്ല. നിങ്ങൾ ഡിസിഷൻ എടുക്കാനുള്ള ഒരു ഇതുണ്ട്. നിങ്ങൾ സ്പൈ ചെയ്യുന്നുണ്ട് ഈ പേഴ്സണെ. അപ്പോൾ എങ്ങോട്ടാണ് പൈസ, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് ഉണ്ടാക്കുന്ന പൈസ എങ്ങോട്ടാണ് പോകണമെന്ന് നിങ്ങൾക്ക് അറിയണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സണെ സ്പൈ ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇറങ്ങിപ്പോകാനൊന്നും പ്ലാനില്ല, റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെക്കാനൊന്നും പ്ലാനില്ല. ഇവിടെ എന്തെങ്കിലും വ്യത്യാസം വരുത്താൻ പറ്റുമോ എന്ന് നിങ്ങൾക്ക് നോക്കണം എന്നുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് നിങ്ങൾ തീരുമാനിച്ചിട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സമയമില്ല. ഇതെൻ്റെ കാര്യം. ഈ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് ഇവിടെ നമ്മൾ ഓവറോൾ എനർജിയിൽ കണ്ടു. ഈ പേഴ്സണ് ലവേഴ്സ്, അത് ട്വിൻ ഫ്ലെയിം ഒക്കെ കാണിക്കുന്നുണ്ട്. അത് നിങ്ങളാണെന്ന് വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ചിലപ്പോൾ അതൊരു വേറൊരാളായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും. അങ്ങനെയായിരിക്കും ഈ പേഴ്സണ് പണം നഷ്ടമായത്, പറയാൻ പറ്റില്ല എന്തായാലും. അപ്പോൾ നിങ്ങളൊരു സ്ഥിര വരുമാനമുള്ള കുറച്ച് കേപ്പബിൾ ആയ ഒരാളാണ്. ഈ പേഴ്സൺ ഒരു ഇമ്മച്ചുവേർഡാണ്. പണം എങ്ങനെ ചിലവാക്കണം, ആർക്ക് കൊടുക്കണം ഒന്നും അറിയില്ല. അപ്പോൾ നിങ്ങളുടെ പണം കൊണ്ട് അടിച്ചുപൊളിച്ച് ജീവിക്കുന്ന ഒരാളാണ് അത്. ഈ പേഴ്സൺ ഒരു എന്താ പറയുക, ശോഭയെ ഞാനൊരു ലോല ഹൃദയനാണ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ആണോ അറിയില്ല, നമുക്ക് നോക്കാം. അപ്പോൾ ഈ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് ആണ് നമ്മൾ ചോദിച്ചത്. ഈ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിംഗ് ചോദിച്ചപ്പോൾ 2 കാർഡിൽ ഉത്തരം പറയാണ്. ഞാനിവിടെ സ്റ്റക്കാണ്, പിന്നെ എനിക്ക് ഇമോഷണലി, പക്ഷേ ഞാനിതിൽ ഇൻവെസ്റ്റഡ് അല്ല. യെസ്, അവിടെയാണ് പ്രശ്നം. നിങ്ങളിതൊന്നും അറിയുന്നില്ല. എന്തായാലും ഈ പേഴ്സൺ ഒരു ലോല ഹൃദയനാണ്. നമ്മൾ പറഞ്ഞ പോലെ പല റിലേഷൻഷിപ്പുണ്ട്. നിങ്ങളോടുള്ള റിലേഷൻഷിപ്പ് അല്ല, ഈ പേഴ്സണ് നിങ്ങളെ കൂടാണ്ട് വേറെ പല റിലേഷൻഷിപ്സ് ഉണ്ട്. ഒരു ലോല ഹൃദയൻ ഇവിടെ ഉണ്ട്. അപ്പോൾ എപ്പോഴും യാത്രയിലുള്ള ആളാണ്. യാത്ര ചെയ്യുന്ന ആൾ പലർക്കും പണം കൊടുത്ത്, മനസ്സിലായോ, വഴി കാണുന്നവർക്കെല്ലാം, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പണം കൊടുത്ത് അവർക്ക് വേണ്ടി നിങ്ങളുണ്ടാക്കുന്ന പണം ചിലവാക്കുക. ഈ പേഴ്സൺ ട്രാവൽ
യാത്ര ചെയ്യുന്ന ജോലിയുള്ള ആളാണെങ്കിൽ ഈ പേഴ്സണ് കിട്ടുന്ന പണവും ഇങ്ങനെ പലർക്കായിട്ട് കൊടുത്ത് തീർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതൊക്കെ അറിയാമെങ്കിലും നിങ്ങൾ ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല, നിങ്ങൾ സ്പൈ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം. ഈ പേഴ്സണോട് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണെന്ന് വെച്ചപ്പോൾ ഈ പേഴ്സൺ പറഞ്ഞു, ഞാനിത് ലെറ്റിംഗ് ഗോ, ഞാനിത് വിട്ട് കളയുകയാണ്. അതൊരു മാരേജാണ് കേട്ടോ, ഹെയറോഫാൻറ്റ്, ഒരു മാരേജാണ്, വിട്ട് കളയുകയാണ്, ഞാനൊരു ന്യൂ ബിഗിനിങ്ങിന് പോവുകയാണെന്നാണ് പറയുന്നത്. നിങ്ങളെ ഫൂളാക്കിയെന്നാണ് ഈ പേഴ്സൺ വിചാരിക്കുന്നത്. പക്ഷെ ഈ പേഴ്സണെയാണ് ഫൂളാക്കിയെന്ന് പേഴ്സൺ അറിയില്ല. അപ്പോൾ എന്തൊരു വലിയ നഷ്ടമാണ് ഈ പേഴ്സണ് വരാൻ പോകുന്നതിനെ കുറിച്ചൊരു ബോധവും ഇല്ല. കാരണം നിങ്ങളായതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തൊന്നും വേറെ ആരും അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ഈ പേഴ്സണ് ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട്. ഈ പേഴ്സൺ ഒരു ട്രാവലിംഗ് സെയിൽസ്മാനോ അങ്ങനത്തെ ഒരു ജോലിയാണ്, ട്രാവലിംഗ് ആണ്, പല സ്ഥലത്ത് പലരുമായിട്ട് പഴകുന്ന ഒരാളാണ്. അപ്പോൾ ഏസ് ഓഫ് സ്വേർഡ്സ്. അപ്പോൾ ഈ പേഴ്സൺ ഒരു ഏസ് ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിക്കേഷൻ, മനസ്സിലാവും, നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഈ പേഴ്സൺ ഡിറ്റാച്ച്ഡ് ആണ്, ഇമോഷണൽ ഡിറ്റാച്ച്ഡ് ആണ്, നിങ്ങളുമായിട്ട് കണക്ഷൻ ഇല്ല. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരു കൂരയുടെ കീഴിൽ താമസിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ തമ്മിൽ അത്ര ഇമോഷണൽ അറ്റാച്ച്ഡ് അല്ല. ഇവിടെ 8 ഓഫ് കപ്സ് റൈറ്റ് വന്നപ്പോൾ ഈ പേഴ്സൻ്റെ നിങ്ങളുടേത് 8 ഓഫ് കപ്സ് റിവേഴ്സാണ്. കാരണം നിങ്ങൾ ഇത് വിട്ടുകളയാൻ ആഗ്രഹിക്കുന്നില്ല, എല്ലായിടത്തും ഇതൊക്കെ തന്നെയാണ് എന്നൊരു ചിന്തയായിരിക്കാം നിങ്ങൾക്ക്, മനസ്സിലാവും. പക്ഷെ നിങ്ങൾക്ക് ഇതിൻ്റെ ശരിക്കുള്ള പരിപാടി അറിയുന്നില്ല, മനസ്സിലാവുന്നില്ല. ഒരു ശത്രുവിനെ കാണിച്ചു, പിന്നെ ഒരു വിധവൻ എന്ന് പറയുമോ, ആണുങ്ങളെ അറിയില്ല. നമ്മൾ മലയാളത്തിൽ വിഡോവർക്ക് ഒരു പേരില്ല അല്ലേ, എന്നുവെച്ചാൽ വിധവ. അതുപോലെ ഭർത്താവ് മരിച്ചവരെ വിധവ എന്ന് പറയും നമ്മൾ. ഭാര്യ മരിച്ചവരെ നമ്മൾ എന്താ പറയുക, ആ ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണിച്ചോ, ഒരു കാർഡ് കാണിച്ചോ, ഓറക്കിൾ മെസ്സേജ്. എന്തായാലും നമുക്ക് ഇനി നിങ്ങളുടെ ഇൻറ്റൻഷൻ എന്താണ് ഈ പേഴ്സൺ, നിങ്ങൾ എന്നുവെച്ചാൽ നിങ്ങളിത് പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാമെങ്കിലും നിങ്ങൾ അതിനെയൊക്കെ റെസിസ്റ്റ് ചെയ്ത് ഇതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾ. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഓഫേഴ്സ് വരുന്നുണ്ട്, മനസ്സിലായോ? പക്ഷേ നിങ്ങൾ ഡിസ്കണക്റ്റഡ് ആണ് റിലേഷൻഷിപ്പിൽ, അതാണ് രസം. നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യണമെങ്കിലും നിങ്ങളുടെ അബണ്ടൻസിനെ ഇതാണ്. അപ്പോൾ നിങ്ങൾ അത്ര വലിയ എന്നുവെച്ചാൽ പോണ പോലെ പോട്ടെ എന്നൊരു ചിന്തയാണ് നിങ്ങൾക്ക്, ഇൻറ്റൻഷൻ, മനസ്സിലാവുണ്ടോ? ഇത് തന്നെ മതി നിങ്ങൾക്ക്. എന്നാൽ അത് മടിയാണ്, മനസ്സിലായോ? ഇവിടെ കിടന്നോട്ടെ, അത് എനിക്ക് വയ്യ ഇനിയിപ്പോൾ രണ്ടാമത് ഡിവോഴ്സൊക്കെ കഴിഞ്ഞ് പിന്നെ പുതിയ ആളെ അന്വേഷിക്കാൻ. അതുപോലെ നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമുള്ള ആൾക്കാരാണ്, നേരത്തെ തന്നെ ഈ പേഴ്സൻ്റെ സ്വഭാവം ഇങ്ങനെ തന്നെയാണ്. ഇവിടെ കിങ് ഓഫ് പെൻറ്റക്കിൾസ്, പിന്നെ റിവേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്തതല്ല ഈ പേഴ്സൻ്റെ സ്വഭാവം, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഈ പേഴ്സണ് ലൈഫിലേക്ക് കയറിയതാണ്. വിളിച്ച് കയറ്റിയതോ നിങ്ങൾ ചെന്ന് കയറിയതോ അറിയില്ല. എന്തായാലും പണ്ടേ പരിചയമുള്ള ആൾ. അപ്പം നിങ്ങൾക്ക് ഈ പേഴ്സൺ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നേരത്തെ അറിയാം, അതുകൊണ്ടായിരിക്കാം നിങ്ങൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല ഈ പേഴ്സൻ്റെ പ്രവൃത്തിക്ക്, മനസ്സിലാവുണ്ടോ? ഇവിടെ വേൾഡ് കാർഡ്, കമ്മ്യൂണിക്കേഷൻ. അപ്പം ഇതൊരു വേൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എൻഡാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളോട് ഈ പേഴ്സൺ പറയും ഇങ്ങനൊരു ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റും വേറെ റിലേഷൻഷിപ്പിൻ്റെ കാര്യം, ന്യൂ ബിഗിനിങ് തുടങ്ങാൻ പോകുന്ന കാര്യമൊക്കെ നിങ്ങളോട് ഈ പേഴ്സൺ പറയുമെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതിന് മുമ്പേ നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ട് വെച്ചിട്ടുണ്ട്, മനസ്സിലായോ? പോണെങ്കിൽ പോട്ടെ എന്നൊരു സിറ്റുവേഷൻ ഉണ്ട് നിങ്ങൾക്ക് കേട്ടോ. നിങ്ങൾ പോണെങ്കിൽ ഈ പേഴ്സൺ പോക്കോട്ടെ എന്നൊരിതുണ്ട് നിങ്ങൾക്ക്. വേൾഡ് കാർഡ് എൻഡാണ് കാണിക്കുന്നത്. നിങ്ങളപ്പോൾ ഇതിനകത്ത് ഞാനായിട്ട് ആക്ഷനൊന്നും എടുക്കാൻ പോകുന്നില്ല, പക്ഷേ ഈ പേഴ്സൺ പോകുകയാണെങ്കിൽ പൊക്കോട്ടെ എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ട്. നോക്കട്ടെ ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ എന്താണ് റിലേഷൻഷിപ്പിൽ നിന്ന്. ഈ പേഴ്സൺ ഇവിടെ ഇൻറ്റൻഷൻ എന്താണ്, ഈ പേഴ്സൺ ഇവിടെ ഇൻറ്റൻഷൻ എന്താണ്? ഏസ് ഓഫ് കപ്സ് സൈഡ് തിരിഞ്ഞാണ് വന്നിരിക്കുന്നത്. ആർക്കാണ് ഏസ് ഓഫ് കപ്സ് കൊടുക്കുന്നത് ഈ പേഴ്സൺ? എടുക്കുകയാണ് ഞാൻ ഈ കാർഡ്സൊക്കെ. ഇവിടെ ഉള്ളിൽ കുറേ പ്രശ്നങ്ങളുണ്ട് ഈ പേഴ്സണ്. ലവ് ഉണ്ട് ആരോട്, ഏസ് ഓഫ് കപ്സ് ഉണ്ട്. ഈ പേഴ്സൺ ആർക്കോ ലവ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ കിങ് ഓഫ് വാൻഡ്സ് റിവേഴ്സാണ് വന്നിരിക്കുന്നത്. സ്ട്രെങ്ത് കാർഡ് ഉണ്ട്, ടെമ്പറൻസ് ഉണ്ട്, മിസ്റ്റീരിയസ്, ഹൈ പ്രീസ്റ്റസ് ഉണ്ട്. അപ്പോൾ ഈ പേഴ്സണൽ ലൈഫിൽ ഒരു മിസ്റ്ററി ആരോ ഉണ്ട്. ആരാണ് മിസ്റ്ററി? ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ആരാണ് മിസ്റ്ററി? ഹൈ പ്രീസ്റ്റസ്.
ഈ റീഡിങ്ങിൽ ഹെയറോഫാൻറ്റും ഹൈ പ്രീസ്റ്റസും ഉണ്ട്. രണ്ടുപേരും ഹസ്ബൻഡ് വൈഫാണ് ശരിക്കും പറഞ്ഞാൽ. ഡിവൈൻ ഫെമിനിൻ, ഡിവൈൻ മാസ്കുലിൻ. അപ്പോൾ ഈ പേഴ്സൺ അറിയാം നിങ്ങളെപ്പോലെ ഒത്ത ഒരു എനർജി പേഴ്സണ് കിട്ടില്ല എന്ന്. അപ്പോൾ നിങ്ങൾ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഇമോഷണൽ ഡിറ്റാച്ച്ഡ് ആയതിന് ഈ പേഴ്സണ് ടെൻഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ തിരിച്ച് നിങ്ങളോട് റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ലവ് ഓഫർ തരണമെന്നാണ് ഈ പേഴ്സൻ്റെ ആഗ്രഹം. കാരണം നിങ്ങൾ ചിലപ്പോൾ ഈ പേഴ്സൺ ഓൾറെഡി നിങ്ങൾക്കൊരു ഇത് തന്നിട്ടുണ്ടാവും, ഹിൻറ്റ് തന്നിട്ടുണ്ടാവും, ഞാനിങ്ങനെ ഇമോഷണൽ ഡിറ്റാച്ച്ഡ് ആണെങ്കിൽ ഒരു പുതിയ ബിഗിനിങ്. വെറുതെ വിടുവായത്തരമുള്ള ഒരാളായിരിക്കാം, മനസ്സിലായി, ഞാൻ അങ്ങനെ ചെയ്യും, ഞാൻ ഇങ്ങനെ ചെയ്യും എന്നുള്ളത് നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് പേടിപ്പിക്കുന്ന ആളായിരിക്കാം. നിങ്ങൾ പേടിക്കുന്ന ആളല്ല, അവിടെയാണ് പ്രശ്നം. അപ്പോൾ ഈ പേഴ്സൺ പറഞ്ഞു നോക്കി, പൈസ കൊടുക്കാതിരുന്നപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെയാണെങ്കിൽ ഞാൻ ഇറങ്ങി പോകും, അങ്ങനെ ഇങ്ങനെ നിങ്ങൾ പൊക്കോളം പറഞ്ഞിട്ടുണ്ടാവും. അതുമല്ല നിങ്ങൾ മൈൻഡിൽ പ്രിപ്പയർഡ് ആണ്, പോണേ പൊക്കോട്ടെ, മനസ്സിലാവുണ്ടോ, തന്നെ തിരിച്ചു വന്നോളും, ഇത് നിങ്ങൾക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു സ്റ്റാൻഡിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ പോകുന്നുണ്ട്. ഏസ് ഓഫ് കപ്സ്. കാരണം ഭയങ്കര ജാടയിട്ട് നിൽക്കുന്ന ഒരാളാണ്, പക്ഷെ ഉള്ളിൽ മുഴുവൻ ടെൻഷനാണ്. നിങ്ങൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണൽ ലൈഫിൽ ഒന്നുമില്ല. അപ്പം ഈ റിലേഷൻഷിപ്പ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം ഈ പേഴ്സൺ, അത് നിങ്ങളിലേക്ക് തിരിച്ചു വരും. ഈ ഹൈ പ്രീസ്റ്റസ് നിങ്ങൾ തന്നെയാണ്. കാരണം നിങ്ങൾക്കൊരു കുലുക്കവും ഇല്ല. അത് ഈ പേഴ്സണ് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്, മനസ്സിലായോ. മദർ ഓഫ് കിങ് ഓഫ് ക്വീൻ ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭയങ്കര ഡിറ്റാച്ച്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നിങ്ങളങ്ങോട്ട് മനസ്സിലാവുന്നില്ല ഈ പേഴ്സണ്. നിങ്ങൾക്ക് സ്നേഹമാണോ ഈ പേഴ്സൺ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത്? കാരണം ഇത്രയും ഈ പേഴ്സൺ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ട് നിങ്ങളെ ഇട്ടിട്ട് പോകുന്നില്ല. അപ്പം നിങ്ങൾക്ക് എന്താണ് ഉദ്ദേശം? കാരണം ഈ പേഴ്സൺ എല്ലാത്തിനും ഉദ്ദേശമുണ്ട്. നിങ്ങൾക്ക് എന്താണ് ഇതിൽ ഉദ്ദേശം? ഈ പേഴ്സൺ ഒരു പിടുത്തമില്ല. അങ്ങനെ ഉദ്ദേശമില്ലാതെ നിങ്ങളിവിടെ നിൽക്കുന്ന കാര്യം എന്താണ്? അതുകൊണ്ടാണ് ഹൈ പ്രീസ്റ്റസിൻ്റെ പ്രശ്നം. കാരണം ഭയങ്കര നിങ്ങൾ ഒന്നും തുറന്ന് പറയുന്നില്ല, മനസ്സിലാവുണ്ടോ. പൊക്കോ അല്ലെങ്കിൽ വഴക്കിടുക, ഇതൊന്നും നിങ്ങൾ ചെയ്യുന്നില്ല. ഈ പേഴ്സൺ ചെയ്യുന്നതിന് റെസ്പോൺസ് കൊടുക്കുന്നുണ്ടെന്നല്ലാതെ റിയാക്ഷൻ കൊടുക്കുന്നത്, നിങ്ങൾ ആക്ഷൻ എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു പിടുത്തമില്ല എന്താണ് നിങ്ങൾ ഇവിടെ ചെയ്യുന്നതെന്ന് ഈ പേഴ്സൺ ഒരു പിടുത്തമില്ല. അപ്പോൾ ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ ഇതാണ്, തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്ത് ആക്ഷനാണ് നിങ്ങൾ എടുക്കുക ഇവിടെ? നിങ്ങൾ എന്ത് ആക്ഷനാണ് എടുക്കാൻ പോകുന്നത് ഇവിടെ? ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ ഡിവോഴ്സിന് പോകും. അധികം അങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ ഞാൻ വേണ്ടാന്ന് വെക്കും എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ട്. ചാരിയറ്റ് നിങ്ങൾ ധൈര്യത്തോടെ മുമ്പോട്ട് പോകുന്നതാണ് പറയുന്നത്. എംപ്രസ് റിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഗ്രോത്ത് കാണുന്നില്ല. പക്ഷെ നിങ്ങൾക്കൊരു ടവർ മൊമെൻറ്റ് അവോയ്ഡ് ചെയ്യാനുണ്ട് ഇവിടെ. ഇത് നിങ്ങൾ ഡിവോഴ്സിന് പോവാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ പല കുട്ടികളുണ്ടാവാം, പല സിറ്റുവേഷൻസ് ഉണ്ട്. റിലേറ്റീവ്സ് എല്ലാം നല്ലവരായിരിക്കാം. ഈ പേഴ്സൻ്റെ പണ്ടേ പരിചയമുള്ള ഈ പേഴ്സൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടാവാം. അപ്പോൾ ഇവിടെ വലിയൊരു സീനാവും. അതുകൊണ്ടാണ് നിങ്ങൾ ഡിവോഴ്സ് ചെയ്യാത്തത്. പക്ഷെ നിങ്ങളെ പ്രലോഭിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അത് ചെയ്യുമെന്ന് തന്നെയാണ് നിങ്ങളുടെ മനസ്സിൽ. ഈ പേഴ്സൺ എന്ത് ആക്ഷനാണ് എടുക്കാൻ പോകുന്നത്? ഈ പേഴ്സൺ എന്ത് ആക്ഷനാണ് എടുക്കുക? ഓക്കെ, ഈ പേഴ്സൺ അബാൻഡൻ ചെയ്യാൻ പോകുന്നു അല്ല, ഈ പേഴ്സൺ മറ്റേ കാര്യങ്ങളെല്ലാം വിടും, മനസ്സിലായോ. ഇപ്പോൾ ന്യൂ ബിഗിനിങ് ആണ്, ഞാൻ റിസ്ക് എടുക്കാൻ പോവാന്നൊക്കെ പറഞ്ഞ് വലിയ മൂച്ചിലിരുന്നല്ലേ, അതൊക്കെ ഉപേക്ഷിച്ചിട്ട് തിരിച്ച് നിങ്ങളിലേക്ക് വരും. ഒരു 10 ഓഫ് കപ്സ്. കാരണം നിങ്ങളിൽ മാത്രമേ സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ, ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ. നിങ്ങൾ ഈ പേഴ്സണിനെ പുറകെ നടന്ന് തല തിന്നുന്നില്ല, പൈസയ്ക്ക് ബുദ്ധിമുട്ടിക്കുന്നില്ല, ഒരു കാര്യത്തിനും നിങ്ങൾ ഭയങ്കര സെൽഫ് സഫിഷ്യൻ്റ് ആണ്. ഈ പേഴ്സണാണ് നിങ്ങളുടെ പുറകെ നടക്കുന്നത്. അപ്പോൾ ഈ പേഴ്സണ് കാര്യം മനസ്സിലാവും. അവസാനം ആക്ഷൻ എടുക്കുക എന്ന് വെച്ചാൽ നിങ്ങളുടെ പുറകെ തന്നെ വരും. 10 ഓഫ് കപ്സ്. അപ്പോൾ വലിയ സംസാരിക്കുമെങ്കിലും ആക്ഷനിൽ ഒന്നും ഇല്ല ഈ പേഴ്സൺ. അപ്പോൾ അതുകൊണ്ട് തിരിച്ച് നിങ്ങളുടെ തന്നെ വരും കേട്ടോ. അക്വേറിയസ്, ലിബ്ര, ജെമിനി, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ടോറസ്, ലിബ്ര, Cancer, Aries, Leo, Sagittarius, Cancer, Pisces, Scorpio, Aquarius, Libra, Gemini, Taurus, Virgo, Capricorn, Taurus, Leo, Aquarius, Scorpio, Aries, Leo, Sagittarius, Aquarius, Libra, Gemini, Aries, Leo, Sagittarius, Aquarius, Libra, Gemini, Cancer, Pisces, Scorpio, Aries, Leo, Sagittarius, Virgo, Pisces, Cancer, Pisces, Scorpio, Aries, Leo, Sagittarius, Cancer, Pisces, Scorpio, Taurus, Leo, Aquarius, Scorpio, Aries, Leo, Sagittarius, Aquarius, Taurus, Cancer, Pisces, Scorpio, Aries, Aquarius, Libra, Gemini, Cancer, Pisces, Scorpio, Pisces, Aquarius, Libra, Gemini, Taurus, Virgo, Capricorn,
Leo, Taurus, Virgo, Capricorn, Taurus, Virgo, Capricorn, Taurus, Virgo, Capricorn, Aquarius, Libra, Gemini, Cancer, Pisces, Scorpio, Gemini, Cancer, Pisces, Scorpio, Taurus, Virgo, Capricorn, Aries, Leo, Sagittarius, Taurus, Virgo, Capricorn, Taurus, Virgo, Capricorn. ഇത്രയുമാണ് സോഡിയാക് സൈൻസ് ഇവിടെ കണ്ടത് നമ്മൾ കേട്ടോ. അപ്പോൾ എന്നോട് ചിലർ ചോദിക്കാറുണ്ട് എന്താണ് ക്ലാരിഫിക്കേഷൻ എന്തുകൊണ്ടാണ് ചെയ്യാത്തതെന്ന്. ക്ലാരിഫിക്കേഷൻ നമുക്ക് കാർഡ്സ് കണ്ടാൽ കാര്യം മനസ്സിലാവും, പിന്നെ അതിലേക്ക് ഡീപ്പായിട്ട് പോകുമ്പോഴാണ് നമുക്ക് ക്ലാരിഫിക്കേഷൻ വേണ്ടത്. പക്ഷേ ക്ലാരിഫിക്കേഷൻ ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഒരു വീഡിയോയിൽ 3 റീഡിങ് നിൽക്കില്ല. അപ്പോൾ ഞാൻ 2-3 റീഡിങ് ഇട്ട് കഴിഞ്ഞാൽ ഒരേ കാര്യം ഒരു വീഡിയോയിൽ പറയേണ്ട കാര്യം ഇത്ര വലിച്ചു നീട്ടി 2-3 വീഡിയോ ഇട്ടെന്നൊക്കെ കമൻസ് വരും. എന്തിനാ വെറുതെ തലവേദന വലിച്ചു വെക്കുന്ന തലയിൽ? അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യണം. പിന്നെ പേഴ്സണൽ റീഡിങ് വേണമെന്നുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാൻ തന്നെ കേട്ടോ. നമുക്ക് പേഴ്സണൽ റീഡിങ് അത് ഇൻഡെപ്ത് ആണ്, ക്ലാരിഫിക്കേഷൻ എല്ലാം കൊണ്ടിട്ടാണ് പറയുക, ഗൈഡൻസ് ഉണ്ടാവും. ഇതെല്ലാം നോക്കിയിട്ടാണ് പേഴ്സണൽ റീഡിങ് ചെയ്യുന്നത്. കാരണം അത് ഒരാളുടെ റീഡിങ് ആയിരിക്കുമല്ലോ. അപ്പോൾ എനിക്ക് സമയം ഇഷ്ടം പോലെ ഉണ്ട്, എത്ര മിനിറ്റ് ആയാലും കുഴപ്പമില്ല. അതിനകത്ത് നടക്കില്ല. പിന്നെ ഇത് ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. അത് നിങ്ങൾക്ക് അണ്ടർസ്റ്റുഡ് ആണ്, അതുകൊണ്ടാണ് പറയാതിരുന്നത് ആദ്യം. ഇത് ഗ്രീൻ സെലക്ട് ചെയ്തവർക്കുള്ള ഫൈനൽ റീഡിംഗ് ആണ്. ഭഗവാനെ, ഓറക്കിൾ മെസ്സേജ് ആണ്. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഇപ്പം തന്നെ ഇത് ഫുള്ള് ഇതിനകത്ത് നിൽക്കുമെന്ന് അറിയില്ല, ചിലപ്പോൾ കട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ 2 റീഡിങ് കഴിഞ്ഞിട്ട് 3ാമത്തെ റീഡിങ് അടുത്ത വീഡിയോ വേണ്ടി വരും. ഭഗവാനെ, നോക്കാം നമുക്ക്. ഒരു കാർഡാണ് വന്നത്. ഇത് മെഡിറ്റേഷൻ, ഡിസ്കവർ യുവർ ട്രൂ സെൽഫ്. അപ്പോൾ നമ്മൾ എന്താണ്, ഈ റീഡിങ് കാണുന്നവർ നിങ്ങൾ എന്താണ്, നിങ്ങളുടെ വില എന്താണ് എന്ന് മനസ്സിലാക്കാത്ത ആളുകളാണ്. അപ്പോൾ ഡിസ്കവർ നിങ്ങളെ തന്നെ കണ്ടെത്തണം എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ എവിടെയോ നഷ്ടപ്പെട്ടു, അപ്പോൾ തിരിച്ചു പിടിക്കണം, അതാണ് പറയുന്നത് കാർഡ് കേട്ടോ. ഇനി ഇതിൻ്റെ ഓറക്കിൾ എന്താണ്? അതൊരു വലിയ കാർഡാണ്, വളരെ മീനിങ് ആയ ഒരു കാർഡാണ്. അതിലെ കൂടെ പോകുന്നവർക്ക് അറിയാൻ പറ്റും എന്താണ് ഈ കാർഡിൻ്റെ അർത്ഥം എന്താണ്, മനസ്സിലാവണ്ടോ? ഇനി ഇതിന് ഓറക്കിൾ മെസ്സേജ് ഭഗവാനെ. ഓക്കെ, ഇവിടെ 2 കാർഡാണ് കിട്ടിയത്. ഇത് ഞാൻ എടുക്കുന്നില്ല, ഞാൻ മറിച്ചിട്ടുണ്ട്, ബാക്കിയൊന്നും മറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ 2 കാർഡാണ്. ലവ് ഉണ്ട്, ലവ് കാണിക്കുന്നുണ്ട്, പിന്നെ ഗിഫ്റ്റ് കാണിക്കുന്നുണ്ട്, പിന്നെ ഫോർച്യൂൺ. അപ്പം നിങ്ങൾക്ക് എന്തോ ഒരു നല്ലൊരു ഫോർച്യൂൺ അത് ലവിലായിരിക്കാം മിക്കവാറും വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ 2 പേരെയും ഓവറോൾ എനർജി എന്താണ്, ഫീലിങ്സ് എന്താണ്, തമ്മിലുള്ള എന്താണ് ഇൻറ്റൻഷൻ, എന്ത് ആയിരിക്കും നിങ്ങളുടെ നെക്സ്റ്റ് ആക്ഷൻ. അപ്പോൾ അതാണ് നമ്മൾ നോക്കുന്നത്. ഭഗവാനെ, നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണ് റിലേഷൻഷിപ്പിൽ? ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ എനർജി എന്താണ്? ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ എനർജി എന്താണ്? ഓക്കെ, നിങ്ങളുടെ എനർജി 6 ഓഫ് കപ്സ് റിവേഴ്സ് ആണ് കാണിക്കുന്നത്. 6 ഓഫ് കപ്സ് റിവേഴ്സ് എന്ന് പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾ പഴയ കാര്യങ്ങൾ ഓർത്ത് അയവിറക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെന്ന് വെച്ചാൽ, എൻ്റെ പണ്ട് കാലത്ത് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അല്ല നിങ്ങൾ ചിന്തിക്കുന്നത്, നിങ്ങൾ പണ്ടത്തെ കാര്യങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഇപ്പം എന്ത് നടക്കുന്നു, അപ്പോൾ ഇപ്പോൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ പാസ്റ്റിനെ കുറിച്ച് ഡയലോഗ് അടിക്കുന്ന ആളാണ്. അങ്ങനെയായിരുന്നു, പേഴ്സൺ ഇങ്ങനെയായിരുന്നു, ഞാൻ അങ്ങനെയായിരുന്നു, കേട്ടിട്ടുണ്ടോ? അത് ആ ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി എന്താണ്? നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി എന്താണ്? ഇത്രയും കാർഡ് എടുക്കാൻ പറ്റില്ല, 4 കാർഡുണ്ട്. ഒരു 3 കാർഡൊക്കെ നമുക്ക് എടുക്കാം. 3, 4, അത് 5-6 കാർഡ് ഉണ്ടായിരുന്നു, അതെങ്ങനെ എടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ അടുത്ത റീഡിങ്സ് ഇത് പറയേണ്ട കാര്യങ്ങളാണ് ഈ ഒന്നാമത്തതിലേക്ക് അങ്ങ് പോകുന്നത്, ഓവറോൾ എനർജിയിലേക്ക് അത്രയും വരുന്നത്. മനസ്സിലാവും കേട്ടോ, വീഴുന്നുണ്ടോ? ഓക്കെ, ഇവിടെ 7 ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ് ആണ് വന്നേക്കുന്നത്. 7 ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ് എന്ന് പറയുമ്പോൾ ക്ഷമയില്ലാത്ത ഒരാളാണ്, ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ റിസൾട്ട് 2 പേരും ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കാത്ത 2 പേരാണ്. മറ്റേയാൾ വരട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് പ്രശ്നം, ആ ഒരു പ്രശ്നത്തിൻ്റെ പുറകെ പോകാൻ ആഗ്രഹിക്കാത്ത 2 പേരാണ് ഇവിടെ.
ഒരു കണ്ണ് പൊത്തി കളിക്കുന്ന ആൾക്കാർ 2 പേരുണ്ട് ഇവിടെ, മനസ്സിലാവുണ്ടോ? പിന്നെ ഞാൻ ഇത്രയും ചെയ്തു കണക്ക് പറയുന്ന ഒരാൾ, മറ്റേ ആളാണെങ്കിൽ ഈ പേഴ്സൺ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പണ്ട് എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അപ്പം നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കണം. ഇവിടെ നിങ്ങൾക്കറിയാം, നിങ്ങൾ കണ്ണടച്ചിരുട്ടാക്കുകയെന്ന് നിങ്ങൾക്കറിയാം, ഇവിടെ എന്താ നടക്കുന്നത് നിങ്ങൾക്കറിയാം, നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കേണ്ടി വരുമെന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ നിങ്ങളത് അവോയ്ഡ് ചെയ്യാനാണ്. ഈ പേഴ്സൺ ആണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇനി ഞാൻ ഇൻവെസ്റ്റ് ചെയ്യില്ല, ഞാൻ കുറേ പണം ചിലവാക്കി, ഇത് കുറേ സമയം വേസ്റ്റ് ആക്കി, റിലേഷൻഷിപ്പിന് വേണ്ടി ഇവിടെ നിന്ന് എനിക്കൊന്നും കിട്ടുന്നില്ല എന്ന് കംപ്ലയിൻറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഇനി എനിക്ക് സൗകര്യമില്ല, പക്ഷെ എന്നാലും ഓഫർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ പേഴ്സണ് നിങ്ങളോട് അഗാധമായ സ്നേഹമുണ്ട് കേട്ടോ. ഇതൊരു കിങ് ഓഫ് കപ്സ് ആണ്. ഇമോഷൻസ് പുറത്ത് കാണിക്കാത്ത ഒരാളാണ്. അപ്പോൾ ഈ പേഴ്സണ് ഈ റിലേഷൻഷിപ്പിൽ തന്നെ ഉറച്ചു നിൽക്കണം എന്നുണ്ട്. പക്ഷേ വാശി പിടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അക്ഷരം മിണ്ടാതിരിക്കുന്ന ഒരാളാണ് ഈ പേഴ്സൺ. അതാണ് നിങ്ങൾ പേഴ്സൻ്റെ ഓവറോൾ. നിങ്ങളോട് ഇപ്പോഴും ഭയങ്കരമായ സ്നേഹമുള്ള ഒരാളാണ് കേട്ടോ. നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് ഈ പേഴ്സൻ്റെ? പൈസീസ് സോഡിയാക് സൈൻ. ഭയങ്കര സ്നേഹമാണ് കണ്ടോ. 2 ഓഫ് കപ്സ്. ഈ സിറ്റുവേഷൻ മാറ്റണം, ഈ സിറ്റുവേഷൻ ഇത് പറഞ്ഞ് സോൾവ് ചെയ്ത് നമ്മൾ സമാധാനമായിട്ട് മുമ്പോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ കേട്ടോ. ഇത് ലവേഴ്സാണ്, ഈ പേഴ്സൺ അല്ല, നിങ്ങളുടെ എനർജിയാണ്. നിങ്ങൾക്ക് ഈ പേഴ്സണോട് ഭയങ്കരമായ സ്നേഹമുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് പോകാം എന്ന് ഇതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുകയാണ് റിലേഷൻഷിപ്പിൽ. ഇവിടെ ഒരു ക്വീൻ ഓഫ് സ്വേർഡ്സ് ഉണ്ട്. ക്വീൻ ഓഫ് സ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ അമ്മായിയമ്മയായിരിക്കാം, അല്ലെങ്കിൽ ഇല്ല, ഇത് നിങ്ങളുടെ അമ്മായിമ്മയോ ചേച്ചിയോ നാത്തൂനോ ആരോ ഒരാളാണ്. ഭയങ്കര അപ്പോൾ ഇവരാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇവിടെ. നിങ്ങൾക്കറിയാം, നിങ്ങൾ ആ പേഴ്സൺ അവിടെ നിന്ന് ഒഴിവായി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്കറിയാം. അപ്പം പേഴ്സൺ അല്ല പ്രശ്നം ഉണ്ടാക്കുക. അതുകൊണ്ടാണ് നിങ്ങൾ കഥകൾ പറയുന്നത്. നിങ്ങൾക്കറിയാം ഇവിടെ പ്രശ്നമുണ്ടെന്ന്, പക്ഷേ പേഴ്സൺ അല്ല പ്രശ്നം ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് അറിയുന്നത് കൊണ്ടാണ് നിങ്ങളിവിടെ ഉറച്ചു നിൽക്കുന്നത്. നിങ്ങൾ ആ പേഴ്സണെ കുറ്റപ്പെടുത്തുന്നില്ല കേട്ടോ. നല്ലൊരു സ്വഭാവമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? ആ പേഴ്സണ് ഭയങ്കര സ്നേഹമാണ് ഇവിടെ, ഭയങ്കര സ്നേഹമുള്ള ഒരാളാണ്. പ്രശ്നങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കുന്ന ആളാണ്, പുറമേ കാണിക്കില്ല ഈ പേഴ്സൺ ഒന്നും. നിങ്ങളുടെ പേഴ്സൺ ഇപ്പം നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? കണ്ടോ, പറയാൻ ആഗ്രഹിക്കുന്നില്ല ഈ പേഴ്സൺ. ഒറ്റ വാക്കിലാണ് പറയുന്നത്, വേറൊന്നും അറിഞ്ഞില്ല. നിങ്ങളോടുള്ള ഫീലിങ്സ് കിങ് ഓഫ് വാൻസ് ആണ്. ഒരു സ്റ്റാൻഡ് എടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ഇവിടെ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. എന്ന് വെച്ചാൽ ലീഡറാണ്, വലിയ ഉദ്യോഗസ്ഥലുള്ള ആളാണ്, സ്ത്രീ ആയാലും പുരുഷനായാലും. പക്ഷെ ഇവിടെ വീട്ടുകാർക്കെതിരെ പെരുമാറാനായിട്ട് പറ്റില്ല. മദർ ഓഫ് കപ്സ് റിവേഴ്സാണ് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നതും തെറ്റാണ്. ഇവരുടെ വീട്ടുകാരോട് പ്രശ്നം, നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം, അപ്പോൾ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തുകൂടെ എന്ന് ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ക്വീൻ ഓഫ് കപ്സ് റിവേഴ്സ് വന്ന്, നിങ്ങൾ ഹസ്ബൻഡ് വൈഫാണ്. ക്വീൻ ഓഫ് കപ്സ് റിവേഴ്സ് വന്നേക്കുന്നത് കൊണ്ടാണ് ഈ പേഴ്സൺ വിചാരിക്കുന്നത് നിങ്ങൾക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത്. ഇവിടെ ഇമോഷൻസ് ആണ് മൊത്തം. ഒരു കാർഡ് മാത്രമേ ഉള്ളൂ, 2 കാർഡ്സ് മാത്രമേ ഉള്ളൂ പൈസയുടെ, ബാക്കിയെല്ലാം ഇമോഷൻസ് ആണ്. അപ്പോൾ ഈ പേഴ്സൺ ഭയങ്കര ഇമോഷണലാണ്. അപ്പോൾ പേഴ്സൺ നിങ്ങളോട് ദേഷ്യം വരുന്നുണ്ട്. നിങ്ങൾക്ക് എന്തുകൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തുകൂടാ എന്നാണ് ഈ പേഴ്സൺ വിചാരിക്കുന്നത് കേട്ടോ. അതാണ് നിങ്ങളോടുള്ള ഫീലിങ്സ്. നിങ്ങൾക്കിപ്പോൾ ഈ പേഴ്സണോട് സ്നേഹമില്ല എന്നൊക്കെയാണ് ഈ പേഴ്സൺ ചിന്തിച്ച് വെക്കുന്നത്. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിനെ കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? 2 കാർഡ്സാണ്, അത് തിരിഞ്ഞുപോയി. ഒരു കാർഡാണ് മറിഞ്ഞ്, എന്നാലും ഞാൻ ഈ കാർഡ് കൂടി എടുക്കുകയാണ്. ഒരു പ്രയോറിറ്റൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ഈ പേഴ്സണേയും കൊണ്ട്. ഈ പേഴ്സൺ നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യണം, അതാണ് നിങ്ങളുടെ ആഗ്രഹം. ഈ പേഴ്സണെ ഫാമിലി ഒന്നുമല്ല, നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യണം. നിങ്ങൾ 2 പേരും ഇവിടെ നിന്ന് എബ്രോഡ് പോകണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പേഴ്സൺ നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യണം, ബന്ധുക്കളെല്ലാം വിട്ടുകളയണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ക്ലാരിഫൈ ചെയ്യുന്ന ഡബിൾ എനർജിയാണ്. അപ്പം നിങ്ങളുടെ ഉള്ളിലൊരു വളരെ ശാഠ്യമുള്ള ഒരു എനർജിയാണ്. നിങ്ങളൊരു തരിക്ക് വിട്ടുകൊടുക്കാത്ത ഒരാളാണ്. അഡ്ജസ്റ്റ്മെൻറ്റ് പറ്റില്ല. ഈ പേഴ്സൺ നിങ്ങളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. ഈ പേഴ്സൺ വീട്ടുകാരെയും അതുപോലെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പേഴ്സൺ എതിർക്കാൻ പറ്റാത്തത്. അത് നിങ്ങൾക്കറിയാം. പക്ഷെ നിങ്ങൾ ഈ പേഴ്സണെ ഫോഴ്സ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് നശിപ്പിക്കുകയാണ് ചെയ്യണത്. മനസ്സിലാവുണ്ടോ? ഈ പേഴ്സൺ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് വിടിപ്പിച്ച് കൊണ്ടുപോകണം. ഇതൊരു കാരാഗ്രഹമാണെന്നാണ് നിങ്ങളുടെ ചിന്ത. ഇതൊരു ഭയങ്കര ബേർഡനായിട്ട് വരുന്നുണ്ട്. നിങ്ങൾ സൈക്കോളജിക്കൽ പ്രശ്നത്തിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഇത് കാണുന്ന ആരാണാവോ ഈ റീഡിങ് കാണുന്നത്, ആ പേഴ്സൺ ഒന്ന് സൈക്യാട്രിക്സ് ഹെൽപ്പ് എടുക്കണം. കാരണം നിങ്ങൾ ഭയങ്കര
അജിറ്റേറ്റഡ് ആണ്. അജിറ്റേറ്റഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വല്ലാത്തൊരു സിറ്റുവേഷനാണത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഹിസ്റ്ററിക്കലൊക്കെ ആയിട്ട് മാറും. സാധനങ്ങളൊക്കെ എടുത്തെറിയാനും ഭയങ്കര വൈരാഗ്യം, കുട്ടികളോടൊക്കെ ദേഷ്യം, അങ്ങനത്തെ സിറ്റുവേഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ പേഴ്സണെ ഇവിടെ നിന്ന് പിടിപിടിപ്പിച്ച് കൊണ്ടുപോകണം. മനസ്സിലാവണം, അതാണ് നിങ്ങളുടെ ഉദ്ദേശം. ഈ പേഴ്സൺ എന്താണ് ഉദ്ദേശം? ഈ പേഴ്സൻ്റെ ഉദ്ദേശം എന്താണ്? ഈ പേഴ്സൺ വേണ്ടാന്ന് വെക്കും, അതാണ് പ്രശ്നം. നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് ഈ പേഴ്സൺ ഞാൻ ഇങ്ങനെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ എൻ്റെ പുറകെ വരും എന്നൊരു കോൺഫിഡൻസ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. പക്ഷെ അതൊരു ഓവർ കോൺഫിഡൻസ് ആയിട്ട് മാറരുത്. നമുക്ക് നോക്കാം ഈ പേഴ്സൻ്റെ ഉദ്ദേശം എന്താണെന്ന്. ഈ പേഴ്സൻ്റെ ഫീലിങ്സ് നമ്മൾ കണ്ടു. നിങ്ങളോടിപ്പോൾ ദേഷ്യമുണ്ട് പേഴ്സണ്, കാരണം നിങ്ങൾ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല എന്നൊരു ചിന്ത ഈ പേഴ്സണുണ്ട്. നിങ്ങൾക്ക് ഈ പേഴ്സണോട് സ്നേഹമില്ലെന്ന് വരെ ഈ പേഴ്സൺ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് പറയുന്നില്ല ഈ പേഴ്സൺ. മനസ്സിലാവണ്ട, ഈ പേഴ്സൻ്റെ ഉള്ളിൽ നിന്നൊരു വാക്ക് പുറത്തേക്ക് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നോക്ക്, അത് നിങ്ങളെ വേദനിപ്പിക്കരുത്. അതുകൊണ്ടാണ് ഈ പേഴ്സൺ ഒന്നും പറയാത്തത്. ഡെത്ത് കാണിക്കുന്നുണ്ട്. ഡെത്ത്, ആ പേഴ്സൺ വല്ല അസുഖമുണ്ടോ? നിങ്ങളിതൊന്നും അറിയാണ്ടാണോ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത്? ഡെത്ത്. ഈ പേഴ്സൺ ചിലപ്പോൾ ഈ പേഴ്സൺ തോന്നുന്നുണ്ടാവും ഇതൊക്കെ മാറും. മനസ്സിലായോ? മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ പേഴ്സൺ. ഈ സമയം മാറും, എല്ലാം നന്നാവുമെന്നൊരു ചിന്തയുള്ള ഒരാളായിരിക്കാം. മനസ്സിലായോ? കോൺട്രിബ്യൂഷൻ ഇല്ല ഇവിടെ. പിന്നെ ഡോട്ടർ ഓഫ് കപ്സ്, പേജ് ഓഫ് കപ്സ് ആണ് ഇവിടെ. അപ്പോളജി ചെയ്യാൻ ഈ പേഴ്സൺ റെഡിയാണ്. മനസ്സിലായോ? വേണമെങ്കിൽ അപ്പോളജൈസ് ചെയ്യാം എന്നൊരു ചിന്തയുണ്ട്. ഈ പേഴ്സൻ്റെ ഫാമിലിയിൽ ആർക്കെങ്കിലും അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ട്, അതുകൊണ്ടാണ് ഈ പേഴ്സൺ അവിടെ തന്നെ ഉറച്ചു നിൽക്കുന്നത്. കാരണം ആർക്കെങ്കിലും അസുഖമുള്ള പോലെ ഒരു ഇതുണ്ട്. പക്ഷേ ഈ പേഴ്സൺ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല സിറ്റുവേഷനിലേക്ക്. നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളുടെ ഒരു വാശിക്ക് നിൽക്കാനായിട്ട് കൂടെ നിൽക്കാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നേയില്ല. ഈ പേഴ്സൺ ക്ഷമ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോട്. കുഴപ്പമില്ല, ക്ഷമ പറയണം. ജീവിതം പോവുകയാണ്, അതുകൊണ്ടുള്ള ക്ഷമ അതൊരു വേറെ കാര്യം. പക്ഷേ നിങ്ങളുടെ കൂടെ ഇതിനകത്ത് ഈ സിറ്റുവേഷനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു കാർഡാണ് വീഴുന്നത്. ശ്രദ്ധിച്ചോ? ഒരു കാർഡാണ് വീഴുന്നത്. ഞാൻ ഇടുന്നതല്ല, ഒരു കാർഡാണ് വീഴുന്നത് ഈ പേഴ്സൻ്റെ നിന്ന്. അപ്പോൾ വളരെ ചുരുക്കി സംസാരിക്കുന്ന ഒരാളാണ്, സ്ത്രീ ആയാലും പുരുഷനായാലും. അപ്പോൾ അന്ന് വെച്ചിട്ട് അവർ തലയിൽ കയറാൻ നിൽക്കരുത്. ഇവിടെ 10 ഓഫ് കപ്സ് കാണിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരാൾ വിട്ടുകൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ പൊക്കോട്ടെ, എന്തുവായിക്കോട്ടെ, ഒരാൾ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ 10 ഓഫ് കപ്സിലേക്ക് പോകുന്ന, ഇമോഷണൽ സാറ്റിസ്ഫാക്ഷനിലേക്ക് പോകുന്ന ഒരു റിലേഷൻഷിപ്പാണിത് എന്തായാലും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് ആക്ഷനാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നത്? നിങ്ങൾ എന്ത് ആക്ഷനാണ് ഇവിടെ എടുക്കാൻ പോകുന്നത്? നിങ്ങളിന്ന് ഫാമിലിയൊക്കെ വിളിച്ചു വരുത്തി ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നുണ്ട് കേട്ടോ. 3 ഓഫ് പെൻറ്റക്കിൾസ് ആണ് കാണിക്കുന്നത്. നിങ്ങൾ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ഫാമിലിയൊക്കെ വിളിച്ചിരുത്തി നിങ്ങളോട് വലിയ പ്രശ്നം ഉണ്ടാക്കാൻ പോവുകയാണ്. കണ്ടോ? നിങ്ങളുടെ ആഗ്രഹം ഈ പേഴ്സണെ ഇവിടെ നിന്ന് കൊണ്ടുപോവുക. ഞാൻ പലരോട് സംസാരിക്കാറുണ്ട്, തെറ്റോ ശരിയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവർ പറയാറുണ്ട്, ഞാൻ ചോദിക്കും ഹാപ്പിയാണോ? പുള്ളിയുടെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെയാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ അവളുടെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെയാണ് ജീവിക്കുന്നത്. അപ്പോൾ ഈ ഓരോരുത്തർ വിവാഹം കഴിക്കുന്ന അവരുടെ ഭർത്താവ്, കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ഭാര്യ, കുഞ്ഞുങ്ങൾ, ആ ഒരു കോൺസെപ്റ്റാണ് ഇപ്പോൾ മൈക്രോ ഫാമിലിയിലെ കോൺസെപ്റ്റാണ് വരുന്നത്. മനസ്സിലാവും? അപ്പോൾ ഇത് നിങ്ങളുടെ ചെറുപ്പം തുടങ്ങിയുള്ള ഒരാഗ്രഹം, ഞാൻ എൻ്റെ ഭർത്താവ്, കുട്ടികൾ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യ, കുട്ടികൾ, ആ ഒരു ചിന്ത, അതിലേക്കാണ് നിങ്ങളിത് കൊണ്ടുപോകുന്നത്. മനസ്സിലാവും? ഇതാണ് നിങ്ങളുടെ നെക്സ്റ്റ് ആക്ഷൻ. അപ്പം നിങ്ങൾ രണ്ടും കൽപ്പിച്ചാണ്, എന്തായാലും കുഴപ്പമില്ല, എനിക്ക് അങ്ങോട്ട് എത്തണം, എനിക്ക് ഇവിടെ നിന്ന് ഈ പേഴ്സണെ വിളിച്ചുകൊണ്ട് പോകണം, ഭാര്യയായാലും ഭർത്താവായാലും വിളിച്ചുകൊണ്ട് പോകണം, എന്നിട്ട് ഒറ്റയ്ക്ക് ജീവിക്കണമെന്ന് തന്നെയാണ് നിങ്ങളുടെ ആഗ്രഹം. നിങ്ങൾ അതിനാണ് ഇത് നിങ്ങൾ പണ്ട് മുതലുള്ള ആഗ്രഹമാണ്. അതിനാണ് നിങ്ങൾ വീട്ടുകാരെയും നാട്ടുകാരെയും ഒക്കെ വിളിച്ചു കൂട്ടാൻ പോകുന്നത്. എല്ലാവരോടും നിങ്ങൾ പറയും വീട്ടിലെ പ്രശ്നങ്ങൾ. ഇതുവരെ നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പം നിങ്ങൾ അറ്റ കൈക്ക് അതാണ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ അതിൻ്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കാനും കൂടെ തയ്യാറെടുക്കുക. നിങ്ങളുടെ പേഴ്സൺ എന്ത് ആക്ഷനാണ് എടുക്കുക? ഇപ്പം നോക്ക്, പേഴ്സൺ പറയുന്നത് കണ്ടോ? ജസ്റ്റിസ്. പേഴ്സൺ നേരായ കാര്യത്തിന് മാത്രമേ നിൽക്കുകയുള്ളൂ. അതുപോലെ മാനിപ്പുലേറ്റ് ചെയ്യാൻ സമ്മതിക്കില്ല ഈ പേഴ്സൺ, അതാണ് പറയുന്നത്. അതുപോലെ തന്നെ നൈറ്റ് ഓഫ് കപ്സ്. ഈ പേഴ്സണ് സ്നേഹമുണ്ട് നിങ്ങളോട്, പ്രശ്നമൊന്നുമില്ല. പക്ഷെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഈ പേഴ്സൺ ഇറങ്ങിപ്പോകും. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഈ പേഴ്സൺ സിംഗിൾ എനർജിയിലേക്കാണ് പോകുന്നത്. മനസ്സിലാവുണ്ടോ? സിംഗിൾ എനർജിയിലേക്കാണ് പോകുന്നത്. ഈ പേഴ്സണൽ ലൈഫിൽ വേറെ ആരെങ്കിലും വരാൻ ചാൻസ് ഉണ്ടോ? നോക്കിക്കോളുക. അപ്പോൾ ഹെർമിറ്റ് എന്ന് പറഞ്ഞാൽ വെർഗോ ആണ്. ഒരു സോൾ സെർച്ചിങ്ങിലാണ് ഈ പേഴ്സൺ. അപ്പോൾ ഈ പേഴ്സൺ ഒറ്റയ്ക്ക് പോയി താമസിക്കും, സിംഗിൾ ആവും. ഈ എനർജിയിൽ തിരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് ഈ പേഴ്സൺ വരില്ല. നിങ്ങളിങ്ങനെ ഒരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ പേഴ്സൻ്റെ ആക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് ഇതെല്ലാം ഇട്ടെറിഞ്ഞ് ഈ പേഴ്സൺ ഇറങ്ങിപ്പോകും.
ആ പേഴ്സൺ ഒറ്റയ്ക്ക് ജീവിക്കും. ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പിന്നെ ഈ പേഴ്സണെ തിരിച്ചു കൊണ്ടുവരാനോ ഈ പേഴ്സൺ വരികയോ ഒന്നുമില്ല. ഇതോടെ റിലേഷൻഷിപ്പ് അവസാനിക്കും. ഇതാണ് ഈ പേഴ്സൺ പറയുന്നത്. ഓക്കെ. Taurus, Virgo, Capricorn, Virgo, Pisces, Taurus, Virgo, Capricorn, Cancer, Pisces, Scorpio, Gemini, Libra, Aries, Leo, Sagittarius, Taurus, Virgo, Capricorn, Cancer, Pisces, Scorpio, Cancer, Pisces, Scorpio, Cancer, Pisces, Scorpio, Cancer, Pisces, Scorpio. കണ്ടോ? Taurus, Virgo, Capricorn, Aquarius, Libra, Gemini, Cancer, Pisces, Scorpio, Capricorn, Aquarius, Libra, Gemini, Aries, Leo, Sagittarius, Aquarius, Libra, Gemini, Aquarius, Libra, Gemini, Scorpio, Taurus, Virgo, Capricorn, Taurus, Virgo, Capricorn, Taurus, Leo, Aquarius, Scorpio, Aquarius, Libra, Gemini, Aries, Aquarius, Libra, Gemini, Cancer, Pisces, Scorpio, Pisces, Cancer, Pisces, Scorpio, Taurus, Virgo, Capricorn, Aries, Leo, Sagittarius. നിങ്ങൾക്ക് ഈ പേഴ്സണോട് സ്നേഹമുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തുകൂടാ? എനിക്ക് അറിഞ്ഞൂടാ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാനിവിടെ അത് കണ്ടുകൊണ്ട് പറഞ്ഞതാണ്. നിങ്ങളുടെ ജീവിതം നിങ്ങളുടേതാണ്. നിങ്ങളാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. അപ്പം ആലോചിച്ച് തീരുമാനിക്കുക. നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ വേദനിപ്പിക്കാമോ എന്നൊക്കെ ഒന്ന് ഇടയ്ക്കൊന്ന് ചിന്തിച്ച് നോക്കുക. അതുപോലെ പ്രായമുള്ളവർ എത്ര നാളുണ്ടാവാനാണ് എനിക്ക് അറിഞ്ഞൂടാ. ഞാനൊക്കെ അനുഭവിച്ച് അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് പോകുമ്പോഴേ എനിക്കത് മനസ്സിലാവുള്ളായിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്നോട് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് 3 പേരുടെയും റീഡിങ്. ഇതോടെ ഇന്നത്തെ റീഡിങ് നിൽക്കുകയാണ്. എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമൃദ്ധിയും ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് റീഡിങ് നിർത്തുകയാണ്. അടുത്ത റീഡിങ്ങിൽ കാണാം കേട്ടോ. ബൈ ബൈ.